പഠിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. തുടങ്ങാം. കൺഫ്യൂഷൻ. ഓക്കെ, റെക്കോർഡിംഗ് ടു ദ ക്ലൗഡ് ആയിരിക്കും ഇല്ലയോ? I think it's to the cloud. Yeah, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ടു ദ ക്ലൗഡ് ആ വേണ്ടിയത്. ഓക്കെ. ഐ തിങ്ക് ക്ലൗഡിന്റെ ഒരു സിമ്പിൾ ഉണ്ട് അവിടെ, ആയിരിക്കും. ഓക്കെ, തുടങ്ങാൻ വെച്ചു, കുഴപ്പമില്ല. ഞാൻ മറ്റേ ഷെയർ ചെയ്യാം. നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് അപ്പോളജറ്റിക്സ് എന്താണ് എന്നുള്ളതാണ്. ക്രിസ്തീയ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ വിശ്വാസ സംരക്ഷണ വാദങ്ങൾ എന്ത്, അവരെങ്ങനെയാണ് വിശ്വാസ സംരക്ഷണ വാദം നിർവഹിച്ചത്, എന്തിനു വേണ്ടിയിട്ട് അവരതിന് മുതിർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. അതിൽ വേദപുസ്തകത്തിന് അവർ കൊടുത്ത സ്ഥാനം എന്ത്, സഭ എങ്ങനെ ഈ വിശ്വാസ സംരക്ഷണ വാദങ്ങളെ കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും 1, 2, 3 പാഠങ്ങളിൽ നാം പഠിച്ചത്. പ്രത്യേകിച്ച് 4-ാമത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ ഈ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ വിശ്വാസ സംരക്ഷണ വാദങ്ങൾ എന്ന് പറയുന്നതിൽ ഈ വിശ്വാസ സംരക്ഷണ വാദങ്ങൾ നയിച്ച പിതാക്കന്മാർ ആരെല്ലാമാണ്, അപ്പോസ്തോലിക പിതാക്കന്മാർ ആരെല്ലാമാണ് വിശ്വാസ സ്ഥാപന വാദക്കാർ എന്നിവയൊക്കെയാണ് ഈ ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. പ്രത്യേകിച്ച് ആമുഖമായി നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഹിസ്റ്ററി വൈസ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അവനോട് ചേർക്കുകയും 12 അപ്പോസ്തലന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു എന്ന് നമ്മൾ സുവിശേഷത്തിൽ കൂടിയും അപ്പോസ്തല പ്രവർത്തികളിൽ കൂടിയും ഒക്കെയും വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു അപ്പോസ്തലന്മാരെ കാണുകയും അപ്പോസ്തലന്മാരോട് 3.5 വർഷക്കാലം നിന്ന് അവരെ പഠിപ്പിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കുകയും ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാ ആവാസം സ്വീകരിച്ച് കുറേ കൂടി കാര്യങ്ങൾ അവർ ഗ്രഹിച്ചതിന് ശേഷമാണ് സത്യവിശ്വാസത്തിൻ്റെ സുവിശേഷത്തിന് മർമ്മം അറിയിക്കാൻ വേണ്ടി അവർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പോയത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കാലശേഷം, ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം ശിഷ്യന്മാർ ഈ സുവിശേഷ സത്യങ്ങളെ പഠിപ്പിച്ചു. അവർ പെട്ടെന്ന് പറഞ്ഞിരുന്ന കാര്യമാണ് കർത്താവ് വേഗം വരും എന്നുള്ള ഒരു കാര്യം അവർ പഠിപ്പിച്ചു. എന്നാൽ അവരുടെ സമയത്ത് അത് ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ വിശ്വാസ സത്യങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവരുടെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവർ കൂടെ കൊണ്ട് നടന്ന ചില ആളുകളുണ്ട്. അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുകയും അത് പിന്നീട് വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ആളുകളെയാണ് അപ്പോസ്തോലിക പിതാക്കന്മാർ എന്ന് പറയുന്നത്. അവർ 1, 2 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. അതിനുശേഷം വരുന്ന ആളുകളാണ്, ആ കാലത്തും അതിനുശേഷവും വരുന്ന ആളുകളാണ് അപ്പോളജിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് വിശ്വാസ സ്ഥാപന വാദക്കാർ എന്ന് പറയുന്ന ആളുകൾ. അതിനും ശേഷമാണ് ചർച്ച് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് എന്ന് പറയുന്ന ഒരു ജനറൽ കാറ്റഗറിയിലോട്ട് നമ്മൾ പിന്നീട് പോകുന്നത്. അവിടെയാണ് ഒരുപാട് ഗ്രീക്ക് ഫിലോസഫിയൊക്കെ അറിയുന്ന പിതാക്കന്മാരൊക്കെയും കടന്നു വരുന്നത്. ഇതാണ് ഒരു പ്രധാനമായിട്ടുള്ള അവരുടെ ഒരു ഹിസ്റ്ററി. ഈ പൊതുവിൽ ഈ ഒരു പഠനശാഖയ്ക്ക് പറയുന്ന പേരാണ് പെട്രിസ്റ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. പിതാക്കന്മാരുടെ രചനകളെ പഠിക്കുന്ന ഒരു ശാഖയാണ് ഇതിന് പറയുന്നത്. ദീസ് ഹോളി ഫാദേഴ്സ് സേയിങ്സ് റെപ്രസെൻറ്റ് ദ തോട്ട്സ് ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് as received from the apostles, guided by the Holy Spirit, who unceasingly acts in the church. അപ്പോൾ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്ന് അവരുടെ പഠിപ്പിക്കലുകൾ കണ്ടറിഞ്ഞ ആളുകളെയാണ് അപ്പോസ്തോലിക പിതാക്കന്മാർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പോളികാർപ്പോ സ്മിർനായിലെ പോളികാർപ്പോസും ജോൺ ക്രിസോസ്റ്റവും ഒക്കെ സ്മിർനായിലെ പോളികാർപ്പോസിൻ്റെ ഒക്കെ ലേഖനങ്ങളിലൊക്കെയും ഞാൻ യോഹന്നാൻ സ്നാപകനെ കണ്ടു, യോഹന്നാൻ സ്ലീഹായെ കണ്ടു എന്ന് സ്മിർനായിലെ പോളികാർപ്പോസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ യോഹന്നാൻ സ്ലീഹായെ കണ്ടു എങ്കിൽ യോഹന്നാൻ സ്ലീഹ കർത്താവിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കർത്താവിൽ നിന്നുള്ള പഠിപ്പിക്കലുകൾ തലമുറ കൈമാറി ഞങ്ങളിൽ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്കത് ഭരമേൽപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ്, ഈ ഒരു പാരമ്പര്യം കൈമാറി പോകുന്ന രീതിയിലാണ് ഈ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളെല്ലാം കടന്നു വരുന്നത്. ഇതിനകത്തിൽ എന്തിന് നമ്മൾ ഈ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളെ മനസ്സിലാക്കണം, എന്തിന് നമ്മൾ അതിന് മുതിരണം എന്നുള്ള ചോദ്യത്തിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഒരു നാച്ചുറൽ എലമെൻറ്റും, 2 ഒരു ഡിവൈൻ എലമെൻറ്റും. അതായത് ഈ പിതാക്കന്മാരുടെയൊക്കെയും ജീവിതം ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, അവർക്കൊക്കെയും വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ച ആളുകളായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ ചേർന്ന് നിന്ന ശിഷ്യന്മാർ ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിച്ചു. അതുപോലെ തന്നെ ആ ശിഷ്യന്മാർ എങ്ങനെ ജീവിച്ചു അതേപോലെ തന്നെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവരായിരുന്നു അപ്പോസ്തോലിക പിതാക്കന്മാർ. മാത്രവുമല്ല സത്യവിശ്വാസത്തോട് കൂറ് പുലർത്തിയവരായിരുന്നു ഈ അപ്പോസ്തോലിക പിതാക്കന്മാരും അപ്പോളജിസ്റ്റും എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഉള്ള ഒരു ഡിവൈൻ എലമെൻ്റ് ഇവർക്കുള്ളത്, ഇവരുടെ
എല്ലാ പഠിപ്പിക്കലുകളും ഇവരുടെ ജീവിത രീതിയും ഒക്കെ എന്ന് പറയുന്നത് ഒരു പരിശുദ്ധാത്മ നിശ്വസിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവാണ് ഇവരെ വഴി നടത്തുന്നത്. അവരുടെ പഠിപ്പിക്കലുകളിലൊക്കെ പരിശുദ്ധാത്മാവിന് നടത്തിപ്പുണ്ട് എന്ന് സഭ പൊതുവിൽ കരുതി പോരുന്നു. എന്നാൽ അവിടെ ഇവിടെയുമൊക്കെ ഇവരുടെ പഠിപ്പിക്കലുകളിൽ ചില തെറ്റുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഇവരുടെ പഠിപ്പിക്കലുകൾ സഭ ചില കാര്യങ്ങളിലൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യവും നാം ഇത്തരണത്തിൽ ഓർത്തിരിക്കണം. അത് നമ്മൾ വിശദമായിട്ട് പിന്നെ പഠിക്കും. ഈ പെട്രോളജി അല്ലെങ്കിൽ പട്രിസ്റ്റിക് സ്റ്റഡിക്ക് ഒരു ഒരു പ്രധാനമായിട്ട് അതിനൊരു മുൻകൈ എടുത്തത് ഫാദർ ഓഫ് പെട്രോളജി എന്ന് പറയുന്നത് യുസേബിയസ് ഓഫ് കൈസറിയയിലെ യുസേബിയസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ അതുവരെ ഉണ്ടായിരുന്ന AD 326 അദ്ദേഹം ഹിസ്റ്റോറിയ എക്ലേസിയാസ്റ്റിക്ക എന്ന് പറയുന്ന എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി, സഭയുടെ ചരിത്രം, അതുവരെയുള്ള ചരിത്രം ക്രോഡീകരിച്ച് എഴുതുവാൻ തക്കവണ്ണം അദ്ദേഹം മുതിർന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാം ലേഖനങ്ങളും ഒക്കെയും ക്രോഡീകരിച്ച് ഒരു വിശദമായ രീതിയിലൊക്കെ സഭയുടെ ചരിത്രം, അതുവരെയുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ് യുസേബിയസ്, കൈസറിയായിലെ യുസേബിയസ്. അദ്ദേഹത്തിന് ശേഷമാണ് സെയിൻറ്റ് ജെറോം എന്ന് പറയുന്ന ആൾ ദ ഇല്ലസ്ട്രിയസ് മെൻ എന്ന് പറയുന്ന ഒരു പുസ്തകം 392 എഴുതുന്നു. AD 392 എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ലേഖനങ്ങളൊക്കെയുമാണ് പ്രധാനമായിട്ടും ഈ പുസ്തകങ്ങളൊക്കെയാണ് ഈ സഭാപിതാക്കന്മാരുടെ രചനകളെ പഠിക്കുവാൻ തക്കവണ്ണമുള്ള നമ്മെ ആകർഷിക്കുന്ന പ്രധാന ഹിസ്റ്റോറിക്കൽ ഘടകങ്ങൾ. ഈ അപ്പസ്തോലിക പിതാക്കന്മാരുടെ രചനകളിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അവരുടെ പ്രത്യേകതകൾ നാം മുമ്പ് സൂചിപ്പിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. അവരുടെ ഈ അവരുടെ ഈ രചനകളുടെയൊക്കെ പ്രത്യേകതകൾ, ഒന്നാമത്തേത് അപ്പോസ്തലന്മാർ എഴുതിയ എഴുത്തുകളുമായിട്ട് ഇതിന് പലതിനും സാമ്യമുണ്ട്. എഴുത്തുകളുടെ രൂപത്തിലായിരുന്നു ഇവർ പലപ്പോഴും ഈ ഇതൊക്കെയും എഴുതിയിരുന്നത്. രണ്ടാമത്തെ കാര്യം, സിംപ്ലിസിറ്റി വിത്ത് ഇൻഫ്ലുവൻസ്ഡ് സീൽ. എരിവോടുകൂടി വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാൻ ഇവർ മുതിർന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ രചനകളിൽ കൂടുതലായിട്ട് ഗ്രീക്ക് ഫിലോസഫിയൊന്നും കാണുന്നില്ല. അത് കാണുന്നത് പിന്നീടാണ്. ഒരു 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഗ്രീക്ക് ഫിലോസഫി കൂടുതലായിട്ട് നമ്മുടെ സഭയുടെ ലേഖനങ്ങളിൽ, പിതാക്കന്മാരുടെ ലേഖനങ്ങളിൽ കാണുന്നത്. ഇവരുടെ രചനകളുടെ പ്രത്യേകത സിമ്പിളാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. വിശ്വാസം അടിയുറച്ച് ഉള്ള വിശ്വാസമുള്ള ആളുകൾ എഴുതിയതായതുകൊണ്ട് ഒരു എരിവുള്ള എഴുത്തുകളായിരുന്നു ഇവരിൽ കൂടുതലും കണ്ടിരുന്നത്. പ്രാക്ടിക്കൽ പാസ്റ്ററൽ നീഡ്സ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് പ്രാക്ടിക്കലായിട്ടൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് കൃത്യമായിട്ട് ഇവരെ പഠിപ്പിച്ചു. ഇതൊരു അക്കാഡമിക് റിസർച്ച് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ളതല്ല. ഒരു വിശ്വാസിക്ക് ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മാത്രവുമല്ല ഇവരുടെ രചനകളുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഇതിനൊരു എസ്കറ്റോളജിക്കൽ ക്യാരക്ടറുണ്ട്. അതായത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു രക്ഷാ സിദ്ധാന്തത്തെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും ഇവരുടെ രചനകളിൽ കാണുവാൻ കഴിയും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്ലേസിയാസ്റ്റിക് ഫീച്ചറാണ്. സഭയുടെ യൂണിറ്റിയെ പറ്റി, സഭയുടെ ഒരുമയെപ്പറ്റി, വിവിധ ഇടങ്ങളിൽ അന്നത്തെ സഭകളുണ്ട് എങ്കിലും അതിൻ്റെ എല്ലാം ക്രിസ്തുവിലുള്ള ഒരുമിപ്പിനെ പറ്റി ഇവർ പ്രസംഗിച്ചിരുന്നു. മാത്രമല്ല ഇവരുടെ ഈ രചനകളെയൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ പാട്ടായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ മെലഡി ആയിട്ട് പിതാക്കന്മാർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലുള്ള രചനകളാണ് ഇവരുടെ രചനകൾ. ഇതിൻ്റെ ഒരു ഗോൾഡൻ ഏജ്, പട്രിസ്റ്റിക് പീരീഡിൻ്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് AD 325 മുതൽ 425 വരെയുള്ള ഭാഗങ്ങളാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ രണ്ട് രീതിയിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണാം. ANF എന്ന് പറയുന്ന ആൻറ്റി നൈസീൻ ഫാദേഴ്സ്, നിക്യായ്ക്ക് മുമ്പുള്ള പിതാക്കന്മാർ, ANF ആൻറ്റി നൈസീൻ ഫാദേഴ്സ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് NPNF, നൈസീൻ ആൻഡ് പോസ്റ്റ് നൈസീൻ ഫാദേഴ്സ്, നിക്യായ്ക്കും അതിനുശേഷമുള്ള പിതാക്കന്മാരുടെ രചനകൾ. ഇതൊരു വലിയ ബണ്ടിൽസാണ്. അത് ഇഷ്ടംപോലെ രചനകളൊക്കെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ ബൃഹത്തായ ഗ്രന്ഥമാണ് ഈ ആന്റി നൈസീൻ ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ ചോദര് നൈസീന് എതിരായിട്ടുള്ള ഒരു വെർഷനായിട്ട് ഒരു തോന്നൽ കിട്ടുന്നത് വായിക്കുമ്പോൾ. ANF എന്നുള്ള ഒരു ഹെഡിങ്ങിന്റെ ആന്റി നൈസീൻ എന്ന് പറയുമ്പോൾ നൈസീൻ ക്രീഡിന് അഗൻസ്റ്റ് ആയിട്ടുള്ള മുമ്പ്, ഓക്കെ, അതിനു മുമ്പുള്ള പിതാക്കന്മാരുടെ രചനകൾ, അതിനുശേഷമുള്ള പിതാക്കന്മാരുടെ രചനകൾ എന്നുള്ള രീതിയിലാണ്. പാട്രിസ്റ്റിക് ടീച്ചിങ് അല്ലേ? അതെ അതെ. NPNF-ഉം ANF-ഉം. ഇതിനകത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് കാണുന്ന പിതാവാണ് റോമിലെ വിശുദ്ധ ക്ലിമീസ്. റോമിലെ വിശുദ്ധ ക്ലിമീസിന്
റോമിലെ മൂന്നാമത്തെ എപ്പിസ്കോപ്പ എന്ന് കരുതപ്പെടുന്നു. കൊരിന്ത്യ സഭയിലെ ഭിന്നതകൾ തീർക്കുവാനായിട്ടാണ് ഇദ്ദേഹം ലേഖനം എഴുതിയത്. ഇദ്ദേഹത്തിൻ്റെ ക്ലെമന്റ് ഓഫ് റോം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ രചനകൾ ഒരു ആദിമ കാലഘട്ടത്തിലൊക്കെ സഭയിൽ പൗലോസിൻ്റെ ലേഖനത്തോടൊപ്പം തന്നെ വായിച്ചിരുന്ന ലേഖനങ്ങളാണ്. അത്ര പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു ലേഖനമാണിത്. കൊരിന്തിലുണ്ടായിരുന്ന സഭയിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരുന്നത്. ഇദ്ദേഹത്തിന് രണ്ടാമതൊരു ലെറ്റർ കൂടിയുണ്ട്, അതൊരു പ്രസംഗമാണ്. പ്രസംഗം ഇദ്ദേഹം എഴുതുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യത്തോടു കൂടിയുള്ള വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രസംഗമാണ് റോമിലെ വിശുദ്ധ ക്ലിമീസിൻ്റെ രചനകൾ. രണ്ടാമത്തേത് അന്ത്യോഖ്യായിലെ വിശുദ്ധ ഇഗ്നാത്യോസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇഗ്നാത്യോസ് നൂറോനോ എന്ന് പറയുന്ന ഒരു പിതാവാണ് അന്ത്യോഖ്യായിലെ വിശുദ്ധ ഇഗ്നാത്യോസ്. ഇദ്ദേഹത്തെയാണ് കർത്താവ് എടുത്ത് മടിയിലിരുത്തിയത് എന്നുള്ള പ്രബലമായ ഒരു വിശ്വാസം പൊതുവിൽ സിറിയൻ സഭ വെച്ച് പുലർത്തുന്നുണ്ട്. ദൈവവാഹിയും തീ കെടുത്തവനുമായ നൂറോനോ എന്നറിയപ്പെടുന്ന ഇഗ്നാത്യോസ് കൊല്ലപ്പെടുന്നതിന് വേണ്ടി അന്ത്യോഖ്യായിൽ നിന്ന് റോമയിലേക്ക് കൊണ്ടുപോയ സമയം എഴുതിയ 7 ലേഖനങ്ങൾ, ദ 7 ലെറ്റേഴ്സ്, അത് വളരെ സിമ്പിളായിട്ടുള്ള ലെറ്റേഴ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വായിക്കുവാൻ തക്കവണ്ണം അവൈലബിൾ ആയിട്ട് ഗൂഗിളിലെല്ലാം അത് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊക്കെ വായിക്കുക. വേർ ദർ ഇസ് എ ബിഷപ്പ് ദർ ഇസ് എ ചർച്ച്, എവിടെ ഒരു ബിഷപ്പ് ഉണ്ടോ അവിടെ ഒരു ചർച്ച ഉണ്ട് എന്ന് പറഞ്ഞ ഒരു പിതാവാണ് അന്ത്യോഖ്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസ്. സഭയിലെ പ്രധാന ശ്രേണികളായ എപ്പിസ്കോപ്പ, കശീശ, ഷെമ്മാശൻ എന്നീ പറഞ്ഞ ഒരു ഓർഡർ ഉണ്ടെന്നും സാക്രമെൻസിനെ പറ്റി, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ പറ്റിയുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സുന്ദരമായിട്ട് ഇദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. പോകുന്ന ഇടങ്ങളിൽ അന്ത്യോഖ്യയിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുപോയ ആ ഒരു സമയം അദ്ദേഹം ആ ഒരു പീഡനത്തിന് നടുവിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ എല്ലാം ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ക്രിസ്തീയ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ ലെറ്റർ എഴുതുന്നത്. മൂന്നാമത്തേതാണ് ഹെർമാസിലെ ഇടയൻ. റോമിലെ ഹെർമാസ് എന്ന ആളിനുണ്ടായ ദർശനങ്ങളുടെ വിവരണമാണ് ഇടയൻ എന്ന ഈ കൃതിയിലുള്ളത്. അപ്പം ഈ ദർശനങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ ഒരുപാട് സിംബലിസം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് സാദൃശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പഠിപ്പിക്കലുകളാണ്, അലിഗോറീസ് വെച്ചുകൊണ്ടുള്ള ഒരു പഠിപ്പിക്കലാണ് ഇദ്ദേഹത്തിൻ്റെ രചനകളിലുള്ളത്. അനുതാപത്തിൻ്റെ സാങ്കത്യം, മാമോദീസായുടെ സാങ്കത്യം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സിംബലിസം ഉപയോഗിച്ചുകൊണ്ട് ഈ ഹെർമാസിലെ ഇടയൻ എന്ന് പറയുന്ന ആള് രചിച്ചിട്ടുണ്ട്. നാലാമത്തേതാണ് സ്മിർനായിലെ പോളികാർപ്പോസ്. ആദിമസഭയിൽ തിളങ്ങി നിന്ന രക്തസാക്ഷിയും സമൃദ്ധ ഫലങ്ങൾ പുറപ്പെടുവിച്ച പിതാവുമാണ് പോളികാർപ്പോസ്. ഇദ്ദേഹത്തിൻ്റെ വളരെ വാർദ്ധക്യത്തിലുള്ള സമയത്താണ് ഇദ്ദേഹത്തെ പീഡിപ്പിക്കുവാനായിട്ടും കൊല്ലുവാനായിട്ടും കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അദ്ദേഹം ധൈര്യപൂർവ്വം ചക്രവർത്തിയോട് തനിക്ക് ഇത്രയും കാലം ആയുസ് വന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ചു, ഇനിയും എന്നെ കൊല്ലുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞൊരു പിതാവാണ് സ്മിർനായിലെ പോളികാർപ്പോസ്. പ്രത്യേകിച്ച് മാർസിയോൺ എന്ന് പറയുന്ന വേദവിരീതി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡു യു റെക്കഗ്നൈസ് മീ? ഇതൊരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡു യു റെക്കഗ്നൈസ് മീ എന്ന് മാർസിയൻ ചോദിക്കുമ്പോൾ സ്മിർനായിലെ പോളികാർപ്പോസ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, ഓഫ് കോഴ്സ് ഐ റെക്കഗ്നൈസ് യു ആസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് സൈറ്റൻ എന്നാണ് പറയുന്നത്. സാത്താൻ്റെ ആദിജാതനായിട്ട് നിന്നെ ഞാൻ കണക്കാക്കുന്നു, നിന്നെ ഞാൻ ഓർക്കുന്നു എന്നുള്ള ഒരു ധീരമായ മറുപടി പോളികാർപ്പോസ് കൊടുക്കുന്നുണ്ട്. അത്രത്തോളം ധൈര്യപൂർവ്വം വിശ്വാസത്തെ മുറുകെ പിടിച്ച കർക്കശക്കാരനായ ഒരു പിതാവാണ് സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പോസ്. ഇദ്ദേഹം യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു വരുന്നത്. യോഹന്നാൻ ശ്ലീഹ സ്മിർനായിൽ സഭ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാരമ്പര്യം പോളികാർപ്പോസിന് അവകാശപ്പെടുന്നുണ്ട്. അഞ്ചാമത്തേത് ഹീറോപോലീസിലെ പാപ്പിയസ്. ഏഷ്യ മൈനറിലെ ഹീറോപോലീസിലെ ബിഷപ്പായിരുന്ന പാപ്പിയസ് അപ്പോസ്തലന്മാരിൽ സഭയ്ക്ക് ലഭിച്ച അലിഖിത പാരമ്പര്യങ്ങളെ ശേഖരിച്ച് ഭാവിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്രോഡീകരിച്ചു. അപ്പോൾ അതായത് പാരമ്പര്യങ്ങൾ എഴുതപ്പെട്ടവയുണ്ട്, എഴുതപ്പെടാത്തവയുണ്ട്. അപ്പോൾ എഴുതപ്പെടാത്ത കൈമാറി വന്ന പാരമ്പര്യങ്ങളെല്ലാം എഴുതി ക്രോഡീകരിച്ച് ഉയർപ്പിന് ശേഷം എഴുതി ക്രോഡീകരിച്ച ഒരു പിതാവാണ് പാപ്പിയസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായ ഉപദേശം ഉണ്ടായിരുന്നു. ഉയർപ്പിന് ശേഷം ഭൂമിയിൽ ക്രിസ്തു സഹസ്രാബ്ദ വാഴ്ച നടത്തുമെന്ന തെറ്റായ ഉപദേശം ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, ഇവരുടെ ചില പഠിപ്പിക്കലുകളിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ചില തെറ്റുകളൊക്കെ കടന്നു വരുന്നുണ്ട്. ആ തെറ്റുകളെ മാറ്റി നിർത്തിയിട്ട് സഭ അവർ പഠിപ്പിച്ച നല്ല കാര്യങ്ങളെ എടുത്തു വയ്ക്കുന്ന ഒരു രീതി നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട്. ആറാമത്തേത് ബർണബാസിൻ്റെ ലേഖനം. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ജീവിച്ചിരുന്ന അലക്സാന്ദ്രിയക്കാരനായിരിക്കണം ഈ ലേഖനത്തിൻ്റെ ഗ്രന്ഥകർത്താവ്. അങ്ങനെ പറയാനായിട്ടുള്ള കാര്യമുണ്ട്. യഹൂദ മതത്തിലെ എല്ലാ പ്രതീക്ഷകളുടെയും പൂർത്തീകരണവും
ലോകത്തിന് മുഴുവൻ ഒരു പുതുജീവന്റെ വാഗ്ദാനവുമാണ് ക്രിസ്തു വന്ന് സ്ഥാപിക്കുന്ന ആദിമ വേദശാസ്ത്ര കൃതിയാണ് ഈ ലേഖനം. അതായത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു എന്ന് പറയുന്നതിൽ കൂടി യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്ന ആളുകളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് ബർണബാസ് എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ ലേഖനകർത്താവ് ശ്രമിക്കുന്നുണ്ട്. യഹൂദ സഭയിലെ മൃഗബലികളെയെല്ലാം വിമർശിക്കുകയും ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾ ക്രിസ്തു മതത്തിന് ചേരുന്നതാണ് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഓഡിയൻസ് എന്ന് പറയുന്നത് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്ന ആളുകളാണ്. അപ്പോൾ അവരോട് പറഞ്ഞു വയ്ക്കുകയാണ്, പഴയ നിയമത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയായി. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു ദൈവമാണ്, അവനിൽ വിശ്വസിക്കണമെന്നുള്ള ഒരു ഉറപ്പ് ഈ ലേഖനകർത്താവ് കൊടുക്കുന്നുണ്ട്. ഏഴാമത്തെ ഗ്രന്ഥം ഡിഡാക്കെ എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ പ്രാധാന്യമുള്ള സഭയിലെ ഒരു ഗ്രന്ഥമാണ്. ഡിഡാക്കെ എന്ന് പറയുന്നത് 12 അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ എന്നാണ് ഈ ഡിഡാക്കെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ടൈറ്റിൽ. ദ ലോർഡ്സ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ജെൻറ്റൈൽസ് ത്രൂ ദ 12 അപ്പോസിൽസ് എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ടൈറ്റിൽ എന്ന് തന്നെ പറയുന്നത്. AD 70 180 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ രചന നടത്തിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ആരാണ് ഇത് എഴുതിയത് എന്ന് വ്യക്തമല്ല. ദിസ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സോഴ്സ് ഓഫ് എക്ലേസിയാസ്റ്റിക്കൽ ലോ. സഭയുടെ നിയമം എന്ത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ആദ്യത്തെ ഒരു നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ലേഖനങ്ങളിൽ ഒന്നാണ് ഡിഡാക്കെ എന്ന് പറയുന്നത്. ഈ ഡിഡാക്കെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് പ്രത്യേകിച്ച് മാമോദീസ, ഉപവാസം, പ്രാർത്ഥന, വിശുദ്ധ കുർബാന ഇവയെക്കുറിച്ചും എപ്പിസ്കോപ്പന്മാർ, ഷമ്മാശന്മാർ ഇവരെങ്ങനെ പെരുമാറണം, ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഒരു എപ്പിസ്കോപ്പായും ബിഷപ്പും ഒക്കെ ഒരു ഷമ്മാശനൊക്കെ പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ബുധൻ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ ഉപവസിക്കണം, പ്രത്യേകിച്ച് മാമോദീസ മുങ്ങുമ്പോൾ 3 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം വെള്ളം തലയിൽ ഒഴിക്കണം, തളിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ചിട്ടകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ എഴുതി വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്ലേസിയാസ്റ്റിക്കൽ ലോ, സഭയുടെ നിയമം പറഞ്ഞു വെക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഡിഡാക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ് ഡിഡാക്കെ. ഇതാണ് ഈ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ രചനകളിൽ കൂടി നമുക്ക് കാണുന്ന 7 ഗ്രന്ഥങ്ങൾ. പിന്നെയാണ് വിശ്വാസ സ്ഥാപനവാദക്കാർ, അപ്പോളജിസ്റ്റുകളുടെ രചനകളെ നാം കാണുന്നത്. AD 120 220 ഇടയിൽ ജീവിച്ചിരുന്ന ക്രിസ്തേതര തത്വചിന്തകന്മാരിൽ നിന്നും സഭയിൽ ചേർന്നവരും ക്രിസ്തീയ വിശ്വാസ സംരക്ഷകരായി പ്രവർത്തിച്ചവരുമായ ഗ്രീക്ക് പിതാക്കന്മാരാണ് ഇവർ. ഇവരുടെ എല്ലാ പഠിപ്പിക്കലും ഒരേപോലെ സഭ അംഗീകരിച്ച് കാണുന്നില്ല. ഏതായാലും സത്യവിശ്വാസ സംരക്ഷണത്തിൽ അവരുടെ വാദങ്ങൾ ശക്തങ്ങളാണ്. ക്രിസ്തേതര തത്വചിന്തകന്മാരിൽ നിന്നും സഭയിൽ ചേർന്നവരും. അപ്പോൾ മറ്റ് തത്വചിന്തയിൽ നിന്ന് സഭയിൽ ചേർന്ന് ക്രിസ്തീയ വിശ്വാസത്തെ സ്വീകരിച്ചവരോട് അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് തക്കണം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ചില രചനകളാണ് ഈ അപ്പോളജിസ്റ്റുകളുടെ രചനകളിൽ കാണുന്നത്. ഒന്നാമത്തേതാണ് ദ എപ്പിസിൽ ഓഫ് ഡയഗനീറ്റസ്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് കിട്ടുന്നതാണ്. മാക്സിമം ഒരു 5 പേജിൽ താഴെ ഉള്ളെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വളരെ നല്ലൊരു ഗ്രന്ഥമാണ്. ക്രിസ്ത്യൻ മൊറാലിറ്റി എങ്ങനെ ക്രിസ്ത്യാനികൾ മറ്റുള്ള മതത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കുന്നു, അവർ എങ്ങനെ ഈ ലോകത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സുന്ദരമായി നല്ല ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് ഡയഗനീറ്റസിൻ്റെ ലേഖനം. ആ ലേഖനം വളരെ സുന്ദരമായിട്ടുള്ള ഒന്നാണ്. പുറജാതികളുടെ മതവും യഹൂദ മതവും എന്തുകൊണ്ട് സ്വീകാര്യമല്ല, ക്രിസ്തീയ മതം എന്തുകൊണ്ട് സ്വീകാര്യമാണ് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത്തേത് അരിസ്റ്റിഡസ്. അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വവും നിത്യതയും തെളിയിക്കുവാൻ ശ്രമിച്ചു. ഗ്രീക്കുകാരും മറ്റു മതവിശ്വാസികളും പഠിപ്പിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടവും പൂർണ്ണവുമായ സത്യം ക്രിസ്തു മതം പഠിപ്പിക്കുന്നുണ്ടെന്ന് താത്വിക ഭാഷയിൽ ഫിലോസഫിക്കലി ഇവർ സമർപ്പിച്ചു. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. അവർ മറ്റ് മതത്തിൽ നിന്നും മറ്റ് ഫിലോസഫിയിൽ നിന്നും ക്രിസ്തു മതത്തിൻ്റെ അവരുടെ ജീവിക്കുന്ന രീതി കണ്ട് അവരിങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ ക്രിസ്തു മതത്തിനുള്ള എന്താണ് നിസ്തുല്യമായ സ്ഥാനം, ക്രിസ്തു മതത്തിൽ എന്ത് കൂടുതലായി ഞങ്ങൾ പഠിപ്പിക്കുന്നു, എന്ത് കൂടുതലായി കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ക്രിസ്തു മതത്തിൽ ഉറപ്പിക്കുന്നതിന് തക്കവണ്ണമാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ രചനകൾ നിർവഹിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ആള് ജസ്റ്റിൻ മാർട്ടിയർ. വിവിധ തത്വശാസ്ത്രങ്ങളിൽ അതീവ ജ്ഞാനം സമ്പാദിച്ച ശേഷം അദ്ദേഹം ക്രിസ്ത്യാനിയായി. റോമിൽ പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ അപ്പോളജി, വിശ്വാസ സ്ഥാപനവാദം എഴുതി. മാർക്കസ് ഔറേലിയസ് എന്ന ചക്രവർത്തിയുടെ റോമൻ സെനറ്റിനെ അഭിസംബോധന ചെയ്തും രണ്ടാം അപ്പോളജിയും എഴുതി. അവിടെയൊക്കെയാണ് ഇന്നാളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യാനികൾ മാംസഭോജികളാണ് എന്ന് പറയുന്ന ഇതിനൊക്കെയും എതിരായിട്ട് ഈ ജസ്റ്റിൻ മാർട്ടിയർ എഴുതി വെക്കുന്നുണ്ട്. ട്രൈഫോയുമായുള്ള സംഭാഷണത്തിൽ അത്
നല്ലൊരു സംഭാഷണം. അതിൻ്റെ ചില കോട്ടിങ്സ് ഒക്കെ നിങ്ങൾ അവിടെ ഇവിടെയായിട്ടൊക്കെ കാണാനായിട്ട് പറ്റും. ട്രൈഫോയോട് സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വാഗ്വാദം ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികൾ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ജസ്റ്റിൻ മാർട്ടിയർ പറഞ്ഞു വെക്കുന്നുണ്ട്. പഴയ നിയമത്തിൻ്റെ താൽക്കാലികതയും ലോഗോസും പഴയ നിയമവും ദൈവവുമായുള്ള ഏകത്വവും പുറജാതികൾക്ക് യഹൂദന്മാരുടെ സ്ഥാനം എടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിനുള്ള ദൈവവിളിയും വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹവും സഹസ്രാബ്ദ വാഴ്ചയിൽ വിശ്വസിച്ചിരുന്നുവെന്ന് ന്യൂനതയുണ്ട്. രക്തസാക്ഷിയായി അദ്ദേഹം മരിച്ചു. നാലാമത്തെ ആളാണ് ടാഷ്യൻ, താത്തിയാനോസ് എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം ഒരു ഗ്രീക്ക് തത്വജ്ഞാനിയായിരുന്നു. ഈ മുമ്പ് സൂചിപ്പിച്ച ജസ്റ്റിൻ മാർട്ടിയുടെ ഒരു ശിഷ്യത്വം ഇദ്ദേഹം സ്വീകരിച്ചു. ഗ്രീക്ക് നാഗരികതയെ നിർദ്ദയം ആക്രമിച്ചു. ഗ്രീക്കുകാരുടെ അന്നത്തെ നാഗരികതയും അവരുടെ ഫിലോസഫിയും ഒക്കെ നിർദ്ദയം അതിനെ എതിർത്ത് അതിൻ്റെ തിന്മകളെ എതിർത്ത് ക്രിസ്തീയ മതവിശ്വാസം എങ്ങനെ മുറുകെ പിടിക്കണം, ആ വിശ്വാസം എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് താഷ്യൻ പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കോൺട്രിബ്യൂഷനാണ് സുവിശേഷം. നിങ്ങൾ ഡയാതെസ്റോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഡയാതെസ്റോൺ, അതായത് സുവിശേഷങ്ങൾ 4 ചേർത്ത് വെച്ചിട്ട് അതിനെ ക്രോഡീകരിച്ച് ഒരു നല്ല രീതിയിൽ ഒരു സുവിശേഷത്തെ ക്രോഡീകരിച്ച് ഒരൊറ്റ സുവിശേഷമായിട്ട് അദ്ദേഹം രചിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡയാതെസ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇന്നത്തെ ആധുനിക കാലത്ത് നമുക്കതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ഈ ഡയാതെസ്റോൺ വായിച്ചാൽ മനസ്സിലാക്കും. അലക്സാന്ദ്രിയയിലെ ക്ലിമീസും മറ്റും അദ്ദേഹത്തിൽ ചില വേദവിപരീതങ്ങൾ ഉണ്ടായതായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് ജസ്റ്റിൻ മാർട്ടിയുടെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ ഇദ്ദേഹത്തെ ആകർഷിച്ചതുകൊണ്ട് ചില തെറ്റുകൾ ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതായിട്ട് അലക്സാന്ദ്രിയയിൽ ക്ലെമൻ്റ് ഓഫ് അലക്സാൻഡ്രിയ ഒക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അഞ്ചാമത്തെ ആൾ അഥനഗോറസ്. തൃത്വവിശ്വാസത്തെക്കുറിച്ച് ആദ്യം അപ്പോളജി എഴുതിയത് ഇദ്ദേഹമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വിശദമായ വ്യാഖ്യാനം നൽകി. വിവാഹം മരണത്താൽ പോലും വേർപിരിയാത്ത ബന്ധമായി അദ്ദേഹം ചിത്രീകരിച്ചു. മാർക്കസ് ഔറേലിയസിനും മകൻ കൊമ്മോഡസിനുമായി 177 എഴുതിയ അപ്പോളജിയിൽ ക്രിസ്തീയ വിശ്വാസം നിരീശ്വരത്വമല്ലെന്ന് വാദിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം നിരീശ്വരത്വമല്ല, അത് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്ന് തൃത്വവിശ്വാസത്തെ ആദ്യമായിട്ട് ഒരു അപ്പോളജി രീതിയിൽ എഴുതിയ ഒരാളാണ് അഥനഗോറസ് എന്ന് പറയുന്ന ആൾ. ആറാമത്തെ ആൾ അന്ത്യോക്യയിലെ തെയോഫിലോസ്. അന്ധവിശ്വാസം കളഞ്ഞ് ക്രിസ്തീയ സൃഷ്ടിശാസ്ത്രം സ്വീകരിപ്പാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദൈവത്തിൻ്റെ ബുദ്ധിയായ ലോഗോസും സൃഷ്ടിക്കായി ബാഹ്യമായി പ്രവർത്തിക്കുന്ന ലോഗോസും വ്യത്യസ്തമായി ചൂണ്ടിക്കാണിച്ചു. ദൈവത്തെ തൃത്വം എന്ന അർത്ഥത്തിൽ ട്രയാഡ് എന്ന് ആദ്യം വിളിച്ച ആ ഒരു വാക്ക് നിങ്ങൾ ഓർത്തിരിക്കണം. ട്രയാഡ് എന്ന് ആദ്യം വിളിച്ച ഒരു പിതാവാണ് ഈ അന്ത്യോക്യയിലെ തെയോഫിലോസ് എന്ന് പറയുന്ന പിതാവ്. ഏഴാമത്തെ ആളാണ് തെർത്തുല്യൻ. പാശ്ചാത്യ സഭയുടെ ആദ്യ പിതാവാണ് ഇദ്ദേഹം എന്ന് പറയാം. ആഫ്രിക്കയിലെ കാർത്തേജുകാരനായിരുന്നു തെർത്തുല്യൻ. അപ്പോളജറ്റിക്കം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിക്കൊണ്ട് ക്രിസ്തുമതത്തിനെതിരായി ഉയർന്ന വാദമുഖങ്ങളെല്ലാം ഖണ്ഡിച്ച് ഇദ്ദേഹം എഴുതുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ ചില പിശകുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് ആത്മാക്കൾ കുഞ്ഞുങ്ങൾക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നെന്ന തെറ്റായ പഠിപ്പിക്കലാണ് ഇദ്ദേഹത്തിനുണ്ടായത്. അതായത് നമ്മൾ നാട്ടിലെ ഹിന്ദു ഫിലോസഫിയിൽ പറയുമല്ലോ, നമ്മൾ പുനർജന്മം എന്ന് പറയുമല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഒരു പഠിപ്പിക്കലാണ് തെർത്തുല്യനും പറഞ്ഞത്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മുമ്പ് മരിച്ച ഒരാളുടെ ആത്മാവിനെ പുതിയൊരു കുഞ്ഞിലേക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ അങ്ങനെയല്ല. ഓരോ കുഞ്ഞിനും പുതിയ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചു നൽകുന്നു എന്നുള്ളതാണ് സത്യവിശ്വാസം. അപ്പോൾ ഇവരുടെ രചനകളിൽ അവിടെ ഇവിടെയും ഒക്കെ തെറ്റുകൾ ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഇവരുടെ രചനകളെ നമുക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഇതാണ് പ്രധാനമായിട്ടും ഇവരുടെ രചനകളിലുള്ള പ്രത്യേകതകൾ. അപ്പോൾ ഈ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ രചനകളിലും അപ്പോളജിസ്റ്റുകളുടെ രചനയിലും ഏറ്റവും അവർ ആധാരമായിട്ട് കാണുന്നത് വേദപുസ്തകത്തെയാണ്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും മാത്രം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. അതിനൊരു മുഖ്യ സ്ഥാനം ഇവർ കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്തീയ അനുഭവം എന്താണ് എന്ന്, ക്രിസ്തീയ ജീവിതം എന്താണ്, ക്രിസ്ത്യൻ മോറൽ ലൈഫ് എങ്ങനെ നടത്തണം, എങ്ങനെ ഒരു സാക്രമെൻ്റൽ ലൈഫ് വിശുദ്ധിയോടുകൂടി ഒരു കൗദാശികപരമായ ജീവിതം എങ്ങനെ നയിക്കണം, എങ്ങനെയാണ് ആദിമസഭയിലെ ലിറ്റേർജിയൊക്കെ നടന്നത്, അവിടുത്തെ പ്രാർത്ഥനകൾ എങ്ങനെയൊക്കെ എന്നുള്ള രീതിയിലൊക്കെയും ഇവരുടെ രചനകളിൽ കൂടിയൊക്കെ, പ്രത്യേകിച്ച് ഡിഡാക്കയിലും ഒക്കെ അപ്പോസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലും അവിടെ ഇവിടെയും ഒക്കെ പഴയ ലിറ്റർജിയിലൊക്കെ ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനകൾ എങ്ങനെ എന്നുള്ളതൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ രചനകളുടെ ഒരു പ്രത്യേകതകളാണ്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ
ഇവരുടെ ഒരു പഠിപ്പിക്കലുകളെന്ന് പറയുന്നത് നമ്മൾക്കൊരു സയൻറ്റിഫിക് റിസർച്ചിന് നമ്മൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതല്ല, മറിച്ച് ഒരു യഥാർത്ഥ ക്രൈസ്തവ ജീവിതം എങ്ങനെ നയിക്കണം, ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ എങ്ങനെയായിരുന്നു, അവരുടെ പഠിപ്പിക്കലുകൾ എന്തായിരുന്നു, അവരെങ്ങനെ ക്രിസ്തു മതത്തെ മനസ്സിലാക്കി, എങ്ങനെ വേദപുസ്തകത്തെ അവർ ഉൾക്കൊണ്ടു, ക്രിസ്തുവിനെ അവർ എന്തായി കരുതി എന്നുള്ള രീതികളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവരുടെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ എവിടെ ചില തെറ്റുകളുണ്ട് എന്നുള്ളതും ഇവരുടെ രചനകളുടെ ഒരു പ്രത്യേകതകളാണ്. അഞ്ചാമത്തെ പാഠം ഇനിയാണ് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് സഭയുടെ ഓരോ ചരിത്ര നാളുകളിലേക്ക് നാം കടക്കുന്നത്. ഇപ്പോൾ 1-2 നൂറ്റാണ്ടുകളിലൊക്കെയും പറയുമ്പോൾ അവിടെയായിട്ട് ചെറുതായി വേദ വിപരീതങ്ങളൊക്കെയും ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഇവരുടെ രചനകളിൽ കൂടിയും അന്നത്തെ ആളുകൾ അത്ര ഡീപ്പായിട്ട് ഫിലോസഫിക്കലി ക്രിസ്തീയ മതത്തെ കാണുന്നില്ലാത്തത് കൊണ്ടും അവർ ഒരു വേദവിരീതം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു അപ്പോളജി എഴുതി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് വേദശാസ്ത്രം, സഭയുടെ വേദശാസ്ത്രം വളർച്ച പ്രാപിച്ചപ്പോഴാണ് വേദവിപരീതങ്ങൾ ശക്തമായി സഭയിൽ ആഞ്ഞടിക്കുന്നത്. അപ്പോൾ ഈ വേദവിപരീതങ്ങൾ സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ സഭ പിളരുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. സഭ പല സമയത്തും പിളർപ്പിൻ്റെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ പിതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് സത്യവിശ്വാസം എന്ത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു എന്നുള്ളതാണ് നാം നിക്കായിലും കുസ്തുന്തിനോപ്പോലിസിലും എഫെസോസിലും ഒക്കെ വെച്ചുള്ള സുന്നതദോസുകളിൽ കാണുന്നത്. അതിലൊന്നാമത്തെ ഒരു പ്രധാന വേദവിരീതമായിരുന്നു അറിയൂസിൻ്റെ വേദവിരീതം. അടുത്ത ചാപ്റ്റർ എടുക്കാമോ? അറിയൂസിൻ്റെ വേദവിരീതം. അപ്പോൾ അറിയൂസിൻ്റെ വേദവിരീതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിമ്പിളായിട്ട് പറഞ്ഞു വെക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അറിയൂസ് പഠിപ്പിച്ചത് ഒരു കാര്യമാണ്: ദർ വാസ് എ ടൈം വെൻ ദ സൺ വാസ് നോട്ട്. പുത്രനില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയൂസിൻ്റെ പ്രധാനമായിട്ടുള്ള വേദവിപരീതം. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് കോ എറ്റേണൽ വിത്ത് ഗോഡ് ദ ഫാദർ. പിതാവാം ദൈവവുമായിട്ടുള്ള ഏക സാരാംശം പുത്രനാം ദൈവത്തിന് ഇല്ല എന്നും, സൺ വാസ് എ ക്രിയേറ്റഡ് ബീയിങ്, പുത്രൻ ഒരു സൃഷ്ടിയാണ് എന്നും അറിയൂസ് പഠിപ്പിച്ചു. പ്രധാനമായിട്ടുമുള്ള അറിയൂസിൻ്റെ വേദവിരീതം ഇതൊക്കെയാണ്. പുത്രനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. വചനമായ ക്രിസ്തു പൂർണ്ണ ദൈവമല്ല, പൂർണ്ണ സൃഷ്ടിയാണ്. ക്രിസ്തുവിന് മനുഷ്യ ശരീരമുണ്ടായിരുന്നു, പക്ഷെ മനുഷ്യ ആത്മാവില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെ വചനം സൃഷ്ടിച്ചു എന്ന് പറയുന്ന രീതിയിൽ പല വിധത്തിൽ തൃത്വത്തെ വികലമാക്കുവാനും പ്രത്യേകിച്ച് പുത്രൻ്റെ സ്ഥാനത്തെ ഇല്ലാതാക്കുവാനും അറിയൂസ് ശ്രമിച്ചു. അറിയൂസ് എന്ന് പറയുന്ന ആൾ ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം അന്ത്യോക്യൻ സ്കൂൾ ഓഫ് തോട്ട്, നിങ്ങൾ വേദശാസ്ത്രം പഠിച്ചപ്പോൾ അവിടെ പഠിച്ചു, അന്ത്യോക്യൻ സ്കൂൾ ഓഫ് തോട്ട് ഫോളോ ചെയ്ത ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പഠിപ്പിക്കലുകൾ അങ്ങനെ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങൾ സഭയിൽ വലിയ പിളർപ്പുകളുണ്ടാക്കും. അപ്പോൾ അറിയൂസ് പറഞ്ഞിരിക്കുന്നവ നമ്മൾ സ്വീകരിച്ചാൽ പ്രധാനമായിട്ടും ഉണ്ടാകാവുന്ന ദോഷങ്ങളാണ് അറിയൂസ് പറഞ്ഞിരിക്കുന്നത് സ്വീകരിച്ചാൽ. അറിയൂസ് ഇതുപോലെ പുത്രൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, പുത്രൻ സൃഷ്ടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞു വെക്കുമ്പോൾ അത് പറഞ്ഞു കേൾക്കുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ദോഷമെന്ന് പറയുന്നതിൽ ഒന്നാമത്തേതാണ് പുത്രനും പിതാവും പുത്രനും ഏക സാരാംശമല്ല എന്ന് വരും. വിശുദ്ധ തൃത്വമില്ല എന്ന് വരും. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമല്ലെന്ന് മാത്രമല്ല, പൂർണ്ണ മനുഷ്യൻ പോലുമല്ല. മനുഷ്യാവതാരം ദൈവത്തിൻ്റെതല്ല. യേശു ക്രിസ്തു അർദ്ധ ദൈവവും അർദ്ധ മനുഷ്യനുമാണ്. ദൈവസ്വഭാവം എന്തെന്ന് വെളിപ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിന് കഴിഞ്ഞിട്ടില്ല. മനുഷ്യർക്ക് വീണ്ടെടുപ്പ് ഉണ്ടായിട്ടില്ല. പരിശുദ്ധാത്മാവ് സൃഷ്ടിയാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ് എന്നെല്ലാം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അറിയൂസ് പറയുന്ന ഈ വേദവിരീതം നമ്മൾ അംഗീകരിച്ചാൽ, ഈ പറയുന്ന അറിയൂസ് പറഞ്ഞിരിക്കുന്നത് സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞിരിക്കുന്ന 9 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അറിയൂസ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ സ്വീകരിച്ചാൽ ഈ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെതിരെ അത്താനാസിയോസ് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് സഭാചരിത്രം പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അറിയൂസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഹോമോയി ഊസിയോസ്, ഓഫ് എ സിമിലർ സബ്സ്റ്റൻസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹോമോയി ഊസിയോസ്, HOMOI എന്നാണ് ഹോമോയി ഊസിയോസ് വരുന്നത്. ഓഫ് എ സിമിലർ സബ്സ്റ്റൻസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ലൈക്ക് ദ ഫാദർ ഇൻ എസെൻസ്, ലൈക്ക് ദ ഫാദർ ഇൻ എസെൻസ് ബട്ട് നോട്ട്. പിതാവാം ദൈവത്തെ പോലെ അവന് സാദൃശ്യമുണ്ട്, പുത്രന് സാദൃശ്യമുണ്ട് എന്നാണ് അറിയൂസ് പഠിപ്പിച്ചത്. അപ്പോൾ അത്താനാസിയോസ് അതിനെതിരെ ശക്തമായിട്ട്, അത്താനാസിയോസ് അന്നത്തെ ഈജിപ്തിലുണ്ടായിരുന്ന അലക്സാണ്ടർ എന്ന് പറയുന്ന ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഷമ്മാശനായിരുന്നു. കേവലം 22-23 വയസ്സിലാണ് അദ്ദേഹം മോൺ ദ ഇൻകാർണേഷൻ എന്ന് പറയുന്ന ഒരു നല്ല ബൃഹത്തായ ഗ്രന്ഥം എഴുതുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലാണ് എന്താണ് പുത്രനാം ദൈവത്തിൻ്റെ സ്ഥാനം തൃത്വത്തിലുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ടും അദ്ദേഹം
വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് ഗോഡ് ബിക്കെയിം മാൻ സോ ദാറ്റ് മാൻ മൈറ്റ് ബിക്കം ഗോഡ് എന്ന് പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തുന്നത്. ഭൗമികരായവരെ സ്വർഗീയനായവൻ ഭൗമികനായ ഒരു വലിയ പ്രക്രിയയാണ് മനുഷ്യാവതാരം എന്നുള്ള ഒരു വലിയ പഠിപ്പിക്കലിൽ അത്താനാസിയോസ് നടത്തുന്നുണ്ട്. അത്താനാസിയോസ് ഈ ഹോമോയി ഊസിയോസ് എന്ന് പറയുന്ന ടേമിന് പകരം അദ്ദേഹം മുമ്പോട്ട് വെച്ച ഒരു ടേമാണ് ഹോമോ ഊസിയോസ്, വിച്ച് മീൻസ് സെയിം സബ്സ്റ്റൻസ്, കോൺസബ്സ്റ്റാൻഷ്യൽ എന്ന് പറയുന്ന വാക്ക്. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്നത്. ബിഗോട്ടൺ നോട്ട് മെയ്ഡ് ബീയിങ് ഓഫ് ദി സെയിം സബ്സ്റ്റൻസ് വിത്ത് ദ ഫാദർ എന്നാണ് പറയുന്നത്. സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവൻ എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിതാവിനെ പോലെയല്ല, പിതാവിൻ്റെ അതേ സാരാംശമുള്ള ആൾ തന്നെയാണ് പുത്രൻ എന്നുള്ള ഒരു വലിയ പഠിപ്പിക്കൽ അറിയൂസിനെതിരെ അത്താനാസിയോസ് നടത്തുന്നുണ്ട്. അത്താനാസിയോസ് പറയുന്ന കാര്യം, ക്രൈസ്റ്റ് ഈസ് എറ്റേണൽ, നോട്ട് ക്രിയേറ്റഡ്. ദ സൺ ഈസ് ഗോഡ്, ഫുള്ളി ഡിവൈൻ, ജസ്റ്റ് ആസ് ദ ഫാദർ. പിതാവാം ദൈവത്തെ പോലെ ദൈവത്വം ഉള്ള ആളാണ് പുത്രനാം ദൈവമെന്നും, ഇഫ് ക്രൈസ്റ്റ് വെയർ നോട്ട് ഫുള്ളി ഗോഡ് ഹി കുഡ് നോട്ട് സേവ് അസ് ഫ്രം സിൻ ആൻഡ് ഡെത്ത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്താനാസിയോസ് മുമ്പോട്ട് വെച്ച ഒരു പോയിന്റ്. അറിയൂസ് പറഞ്ഞു പുത്രൻ ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു, പുത്രൻ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു ആൾക്ക് ഒരിക്കലും മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് അത്താനാസിയോസ് മുമ്പോട്ട് വെച്ച ഒരു കാര്യം. അപ്പോൾ ഇഫ് ക്രൈസ്റ്റ് വെയർ നോട്ട് ഫുള്ളി ഗോഡ് ഹി കുഡ് നോട്ട് ഡിസ്ട്രോയ് ഡെത്ത് ആൻഡ് സിൻ. പാപത്തെയും മരണത്തെയും നിഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ അവൻ സൃഷ്ടിയല്ലാത്ത സൃഷ്ടാവായിരിക്കണം. അപ്പോൾ പുത്രനാം ദൈവം ദൈവം തന്നെയാണ് എന്നുള്ള ഒരു വലിയ പഠിപ്പിക്കൽ അത്താനാസിയോസ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ അത്താനാസിയോസ് അതുവഴി നിലനിർത്തുന്നത് പ്രത്യേകമായിട്ടും മനുഷ്യരുടെ രക്ഷയെ പറ്റിയുള്ള ഒരു വലിയ സിദ്ധാന്തം, രക്ഷയെ പറ്റിയുള്ള വലിയ ഉറപ്പ് അത്താനാസിയോസ് അതുവഴി മുമ്പോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, ക്രിസ്തു നമ്മുടെ പാപത്തിൽ നമ്മെ രക്ഷിപ്പാൻ പാപമില്ലാത്ത ഏകപരിശുദ്ധനായ താൻ നമ്മുടെ പാപം നമുക്ക് വേണ്ടി വഹിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ നിഷ്പാപ പൂർണ്ണത വേദസാക്ഷ്യമാണ്. അപ്പോൾ വേദപുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് അറിയൂസ് ഒരു വേദപുസ്തകത്തിലെ ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ്, പുത്രനില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു, സദൃശ്യവാക്യങ്ങളിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഒരു വാക്കിനെതിരായിട്ട് ഞാനും പിതാവും ഒന്നാണ്, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത്താനാസിയോസ് അതിനെതിരെ, അറിയൂസിനെതിരെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓർത്തഡോക്സിയുടെ പിതാവെന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നു. അത്താനാസിയോസിനെ പൊതുവെ സഭയിലെ ഒരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്, അത്തനേഷ്യസ് കോൺട്രാ മുണ്ടും എന്ന് പറയുന്ന ഒരു വാക്ക്, അത്തനേഷ്യസ് എഗെയിൻസ്റ്റ് ദ വേൾഡ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം അത്താനാസിയോസ് വളരെ തീവ്രമായിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് പല പ്രാവശ്യം, ഏകദേശം 5 പ്രാവശ്യം അദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട്. 17 വർഷത്തോളം അദ്ദേഹം ഈജിപ്തിന് പുറത്ത് താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ നിലപാടുകൾ പലപ്പോഴും അദ്ദേഹത്തെ മറ്റുള്ള രാജാക്കന്മാരുടെ അപ്രീതിക്കൊക്കെയും ഇടയാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്താനാസിയോസിൻ്റെ ഒരു ശക്തമായ പഠിപ്പിക്കൽ, പുത്രനാം ദൈവം പിതാവാം ദൈവത്തോടുള്ള ഏകസാരാംശമുള്ള ആൾ തന്നെയാണ് എന്നുള്ള ഒരു വ്യക്തമായ പഠിപ്പിക്കൽ അത്താനാസിയോസ് നൽകുന്നതിൽ കൂടി മാനവരാശിയുടെ വീണ്ടെടുപ്പ് രക്ഷകനായ ക്രിസ്തു മുഖാന്തരമാണ് നടന്നത് എന്നുള്ള ഒരു വലിയ പഠിപ്പിക്കൽ അത്താനാസിയോസ് നൽകുന്നതിൽ കൂടി സഭയുടെ സത്യവിശ്വാസത്തെ അത്താനാസിയോസ് വീണ്ടെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓൺ ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ദ വേർഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം. പിന്നീടുള്ളതാണ് പുറജാതികൾക്കെതിരായ പുസ്തകങ്ങൾ, 2 ബുക്സ് എഗെയിൻസ്റ്റ് ദ പേഗൻസ്, സെറാപ്പിയനുള്ള 4 എഴുത്തുകൾ. ഇതിൽ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, ദൈവത്വം, പുറപ്പാട് ഭംഗിയായിട്ട് വിശദീകരിക്കുന്നു. നിഖ്യാ കൗൺസിലിൻ്റെ ഡിക്രികളെക്കുറിച്ചുള്ള എഴുത്ത്, നിഖ്യാ കൗൺസിലിൽ എന്തൊക്കെ എഴുതി, അവിടെ എന്തൊക്കെ പ്രധാനമായിട്ടുള്ള ഡിസിഷൻസ് എടുത്തു എന്നുള്ള എഴുത്തിൽ ഇവിടെ പറയുന്നുണ്ട്. 5-ാമത്തെ കാര്യം, അറിയോന്യ വേദവിരീയത്തിനെതിരായ അപ്പോളജി. നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതും വേദപുസ്തകത്തിൽ ഇല്ലാത്തതുമായ പദപ്രയോഗങ്ങളെ ന്യായീകരിച്ച് എഴുതിയതിൻ്റെ ഫലമായി നാട് കടത്തിയപ്പോൾ അത്താനാസിയോസ് എഴുതിയ അപ്പോളജികളിലൊന്നാണ് ഇത്. അപ്പോൾ വിശുദ്ധ അത്താനാസിയോസിൻ്റെ വേദശാസ്ത്രം എന്ന് പറയുന്നത്, അതിൽ പ്രധാനമായിട്ടുള്ള ഊന്നൽ അദ്ദേഹം കൊടുത്തത് ക്രിസ്തുശാസ്ത്രവും തൃത്വവിശ്വാസവുമായിരുന്നു. ക്രിസ്തുശാസ്ത്രവും തൃത്വവിശ്വാസവുമായിരുന്നു അറിയൂസ് ചോദ്യം ചെയ്തത്. അതിനാൽ തന്നെ
അത്താനാസ്യൂസിൻ്റെ ദൈവശാസ്ത്രം ഈ രണ്ട് കാര്യങ്ങളെ അധികരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. വേദപുസ്തക അടിസ്ഥാനമാണ് അദ്ദേഹം പ്രധാനമായിട്ടും മുൻപോട്ട് കാഴ്ചവെക്കുന്നത്. അത്താനാസ്യൂസിൻ്റെ കേന്ദ്ര ചിന്ത രക്ഷാസിദ്ധാന്തമായിരുന്നു. അറിയൂസിൻ്റെ വേദവിരീതം ശക്തിപ്പെട്ടിരുന്നുവെങ്കിൽ രക്ഷാസിദ്ധാന്തം അപകടത്തിലാകുമായിരുന്നു. കാരണം അറിയൂസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ട ഒരാൾക്ക് വീണ്ടെടുപ്പ് പൂർണ്ണ തോതിൽ നടത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതിനെതിരെയാണ് അത്താനാസിസ് പറയുന്നത്. പുത്രനാം ദൈവം സൃഷ്ടിയല്ല, ദൈവത്തിലുള്ള ആളത്വം അതേപോലെ തന്നെയുള്ള ആളാണ് എന്ന് അത്താനാസിയോസ് പറഞ്ഞു വയ്ക്കുന്നു. മനുഷ്യാവതാരവും കുരിശുമരണവും രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ ഏക പ്രവർത്തനത്തിൻ്റെ രണ്ട് വശമായല്ലാതെ രണ്ട് പ്രത്യേക പ്രക്രിയകളായി അത്താനാസിയോസ് കണ്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വവും ദൈവത്തിൽ നിന്നുള്ള പുറപ്പാടും അത്താനാസിയോസ് പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് ദൈവമല്ലെങ്കിൽ ദൈവീകരണം മനുഷ്യന് സാധ്യമാകുകയില്ല എന്നുള്ള ഒരു പഠിപ്പിക്കലും അത്താനാസിയോസ് നൽകുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അറിയൂസിൻ്റെ പഠിപ്പിക്കൽ ഇങ്ങനെയായിരുന്നു: ദർ വാസ് എ ടൈം വെൻ ഹി വാസ് നോട്ട്. പുത്രനില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് കോ എറ്റേണൽ വിത്ത് ഗോഡ് ദ ഫാദർ. പിതാവാം ദൈവവുമായിട്ടുള്ള സാരാംശമില്ലാത്ത ആളായിരുന്നു പുത്രനാം ദൈവമെന്ന് അറിയൂസ് പഠിപ്പിച്ചു. സൺ വാസ് എ ക്രിയേറ്റഡ് ബീയിങ്. പുത്രൻ സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ് എന്നും അറിയൂസ് പഠിപ്പിച്ചു. അപ്പോൾ ഇത് സ്വീകരിച്ചാൽ സഭയുടെ രക്ഷാസിദ്ധാന്തത്തെ രക്ഷ പൂർണ്ണതോതിൽ നടത്തുവാൻ ഒരിക്കലും സൃഷ്ടിക്ക് സാധിക്കുകയില്ല എന്നുള്ള ഒരു പഠിപ്പിക്കൽ മുമ്പോട്ട് വയ്ക്കേണ്ടി വരും. അതിനെതിരെയാണ് അത്താനാസിയോസ് പ്രതികരിച്ചത്. അത്താനാസിയോസ് അതിനെതിരെ പഠിപ്പിച്ചു: ക്രൈസ്റ്റ് ഈസ് എറ്റേണൽ, നോട്ട് ക്രിയേറ്റഡ്. ദ സൺ ഈസ് ഗോഡ്, ഫുള്ളി ഡിവൈൻ, ജസ്റ്റ് ആസ് ദ ഫാദർ. ഹി ഈസ് ഹോമോ ഊസിയോസ്, നോട്ട് ഹോമോയ് ഊസിയോസ്. ഇഫ് ക്രൈസ്റ്റ് വെയർ നോട്ട് ഫുള്ളി ഗോഡ്, ഹി കുഡ് നോട്ട് സേവ് അസ് ഫ്രം സിൻ ആൻഡ് ഡെത്ത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓൺലി ഗോഡ് ഹിംസെൽഫ് കുഡ് റിസ്റ്റോർ ദി ഇമേജ് ഓഫ് ഗോഡ് ഇൻ എ ഫോളൻ മാൻകൈൻഡ്. ദൈവത്തിന് മാത്രമേ വീഴ്ച സംഭവിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. സൃഷ്ടിക്ക് അത് സാധിക്കുകയില്ല എന്ന് അത്താനാസിയോസ് വളരെ ശക്തമായിട്ട് തിരിച്ചടിച്ച് അറിയൂസിനെതിരെ വേദവിരീതത്തെ അടിച്ചമർത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പുസ്തകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആറാമത്തെ പാഠത്തിൽ കപ്പദോക്യൻ പിതാക്കന്മാരും അഗസ്തീനോസും എന്ന് പറയുന്ന ഒരു പാഠത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, അപ്പോസ്തോലിക പിതാക്കന്മാരെ നമ്മൾ കണ്ടു, അപ്പോളജിസ്റ്റ് വിശ്വാസ സ്ഥാപന വാദക്കാരെ കണ്ടു. അതിനുശേഷമാണ് അത്താനാസിയോസ് എന്ന് പറയുന്ന ഒരു പിതാവ് കടന്നു വന്ന് അറിയൂസിൻ്റെ വേദവിരീതത്തെ സപ്രസ് ചെയ്യുന്നു. ആറാമത്തെ പാഠത്തിൽ കപ്പദോക്യൻ പിതാക്കന്മാർ എന്ന് പറയുന്ന പിതാക്കന്മാരെയും അഗസ്തീനോസിനെയും നാം പരിചയപ്പെടുന്നു. അപ്പോൾ ഇത് എന്തിന് ഈ കപ്പദോക്യൻ പിതാക്കന്മാരെയും അഗസ്തീനോസിനെയും ഇവിടെ പരിചയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അടുത്ത രണ്ട് യൂണിറ്റുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്? കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ത്? കിഴക്കിലെ പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ എന്ത് ഊന്നലുകളാണ് അവർ കൊടുക്കുന്നത്? പടിഞ്ഞാറൻ സഭ ഏത് പിതാക്കന്മാരെയാണ് കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത്? അവരുടെ പഠിപ്പിക്കലുകളിൽ എന്ത് പ്രത്യേകതകളാണ് ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രത്യേകിച്ച് കപ്പദോക്യൻ പിതാക്കന്മാരുടെ രചനകൾ. ഇന്നത്തെ പെന്തക്കോസ്തി പെരുന്നാളിൽ എല്ലാവരും സംബന്ധിച്ചോ? പൊതുവെ പള്ളിയിൽ ഇന്ന് ദീർഘ ശുശ്രൂഷ ആയതുകൊണ്ട് എല്ലാ പള്ളികളിലും ആള് കുറവായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇന്നത്തെ ദീർഘമായ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തോ അവസാനത്തേക്ക് ആളുകളൊക്കെ വരും, അവസാനത്തേക്ക് വരും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോ മലയാളം ട്രാൻസ്ലേഷനോ ആണ്ടുതക്സായിലെ ഈ പ്രൊമിയൻ സദറാളും പ്രാർത്ഥനകളും ഒക്കെ എടുത്ത് വായിക്കണം. അത് എടുത്തിട്ടുള്ളത് ഈ കൈസറിയായിലെ വിശുദ്ധ ബെസേലിയോസിൻ്റെ ഓൺ ഹോളി സ്പിരിറ്റ് എന്നുള്ള രചനകളിൽ നിന്നാണ് ആ പ്രൊമിയൻ സദറകളൊക്കെയും എടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ പ്രാർത്ഥന അച്ഛന്മാർ സൂചിപ്പിച്ച് കാണുമെന്ന്, ഇറ്റ് ഈസ് അഡ്രസ് ടു ഗോഡ് ദ ഫാദർ. രണ്ടാമത്തെ ഗോഡ് ദ സൺ. മൂന്നാമത്തെ ശുശ്രൂഷ ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. 3 പേരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ 3 പ്രാർത്ഥനകളും നടത്തുന്നത്. പ്രത്യേകിച്ച് ഒരു ചോദ്യം പെട്ടെന്ന് വരുന്നത്, പിതാവായ ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു, പുത്രനിൽ നിന്ന് എടുക്കപ്പെട്ടു. അപ്പൊ പുത്രൻ മുഖാന്തരമാണ് നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്, അല്ലേ? എടുക്കപ്പെട്ടു പുത്രന്റെ ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മളിപ്പോ കടക്കാൻ പോകുന്നത്. ഇത് നമ്മളെ വ്യത്യാസം വരുന്നത് ഇപ്പൊ എങ്ങനെയാണ് കപ്പദോക്യൻ പിതാക്കന്മാരും അഗസ്തീനോസും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ടേമിൽ അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിടെയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ
കപ്പദോക്യൻ പിതാക്കന്മാരുടെ രചനകൾ, ഇവരുടെ ഒരു ഹിസ്റ്ററി പഠിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആ, കൈസറിയായിലെ വിശുദ്ധ ബെസേലിയോസും നാസിയാൻസിലെ ദൈവശാസ്ത്രജ്ഞനായ മാർ ഗ്രിഗോറിയോസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അവരുടെ രചനകളും അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ലെറ്റേഴ്സൊക്കെ ഈ NPNF സീരീസിലൊക്കെ വളരെ വ്യക്തമായിട്ട് രചിച്ചു വെച്ചിട്ടുണ്ട്. സുന്ദരമായിട്ടുള്ള ലേഖനങ്ങളാണ്. ഓൺ ദ നീഡ് ഓഫ് എഫക്റ്റീവ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ഓൺ സോൾ ആൻഡ് ഡെത്ത്, മരണത്തിന് ശേഷം എന്ത് എന്നുള്ള കാര്യങ്ങൾ അവർ രചിക്കുന്നുണ്ട്. പിന്നെ മരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ചരമപ്രസംഗങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ചരമപ്രസംഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ നാസിയാൻസിലെ ദൈവശാസ്ത്രജ്ഞന്മാർ ഗ്രിഗോറിയോസിൻ്റെ ചരമപ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവോ ആരോ ഒരാൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തുന്ന ഒരു ചരമപ്രസംഗത്തിൽ തൻ്റെ അപ്പനും അമ്മയും എങ്ങനെ ജീവിച്ചു എന്നുള്ള ഒരു വളരെ സുന്ദരമായിട്ടുള്ള ആർട്ടിക്കിൾ അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യൻ മാരേജ് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ എൻ്റെ അപ്പനും അമ്മയിലും കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രചനകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഈ അപ്പോസ്തോലിക പിതാക്കന്മാരും അപ്പോളജിസ്റ്റും എന്ന് പറയുന്നത് ഗ്രീക്ക് ഫിലോസഫി അവരധികം എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അവർ വേദപുസ്തകത്തെ കോട്ട് ചെയ്തുകൊണ്ട് സത്യവിശ്വാസത്തെ, എരിവുള്ള സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ തക്കോണം അവർ സ്വീകരിച്ചു. എന്നാൽ ഈ കപ്പദോക്യൻ പിതാക്കന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ, അതുകൊണ്ടാണ് അതിനെ ഗോൾഡൻ ഏജ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത്. അപ്പോൾ അവരുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഗ്രീക്ക് ഫിലോസഫി കൂടുതൽ പഠിച്ച ആളുകൾ സഭയിലേക്ക് കടന്നു വന്നു. അതിനെ അധികരിച്ചുകൊണ്ട് എഴുതുവാൻ തക്കവണ്ണം പഠിപ്പുള്ള ആളുകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതൻസിലുള്ള യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആയിരുന്നു ഈ വലിയ മാർ ബെസേലിയോസും നാസിയാൻസിലെ ദൈവശാസ്ത്രജ്ഞന്മാർ ഗ്രിഗോറിയോസും. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആരംഭിക്കുന്നത് നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ആയിരുന്നു ഇച്ചിരി സീനിയർ. ബെസേലിയോസ് ജൂനിയറായിട്ട് പഠിക്കാൻ വന്നപ്പോൾ നാസിയാൻസിലെ ഗ്രിഗോറിയോസ് അവിടുത്തെ സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ ബെസേലിയോസ് വന്നപ്പോൾ സീനിയേഴ്സായിട്ടുള്ള കുറച്ച് ആളുകൾ ബെസേലിയോസിനെ കളിയാക്കുകയും ഇപ്പോഴത്തെ റാഗിങ് എന്ന് പറയുന്നത് പോലെ അന്നത്തെ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഗ്രിഗോറിയോസ് അവരെ ഇടപെട്ട് ബെസേലിയോസിനെ അതിൽ നിന്നും മാറ്റി ഇവർ ഒരുമിച്ചിരുന്ന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമുണ്ട്: ഞങ്ങളുടെ ഇടവേളകളിൽ ഞങ്ങൾ സംസാരിച്ചത് ദൈവത്തെ പറ്റിയും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ പറ്റിയും അവൻ്റെ രക്ഷയെപ്പറ്റിയുമാണ്. നമ്മുടെ ഒഴിവുവേളകളിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചോണം. അപ്പോൾ ഇവരുടെ ഒഴിവുവേളകളിൽ ഒരുമിച്ചിരുന്ന് ഇവർ അതിനെപ്പറ്റി സംസാരിക്കുന്നു. ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള രചനകളെ പറ്റി പഠിക്കുകയും അതിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇവരൊക്കെയും ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് നാസിയാൻസിലെ ദൈവശാസ്ത്രജ്ഞന്മാർ ഗ്രിഗോറിയോസിൻ്റെ ഗുരുവാണ് ഒറിഗൺ. ഒറിഗൺ എന്ന് പറയുന്ന സഭാപിതാവിനെ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫിലോകാലിയ എന്ന ഗ്രന്ഥം ചിതറിക്കിടക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു. അവിടെ എവിടെയായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് ഫിലോകാലിയ എന്ന് പറയുന്നൊരു ബൃഹത് ഗ്രന്ഥമായിട്ട് ക്രോഡീകരിച്ചത് ഈ നാസിയാൻസിലെ ദൈവശാസ്ത്രജ്ഞനായ മാർ ഗ്രിഗോറിയോസും വലിയ മാർ ബെസേലിയോസുമാണ്. അപ്പോൾ അത് ക്രോഡീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ടൈമൊക്കെയും എന്ന് പറയുന്നത്, ഈ നാസിയാൻസിലെ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന ആളുടെ പിതാവ് ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹം മകനെ ഒരു മെത്രാപ്പൊലിത്തെ ആക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നു എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഒളിച്ചോടുന്നുണ്ട്. ഓൺ മൈ ഫ്ലൈറ്റ് ടു പോണ്ടസ് എന്ന് പറയുന്ന ഒരു വലിയ ഒറേഷൻ അദ്ദേഹം എഴുതുന്നുണ്ട്. എന്തിന് ഞാൻ ഇവിടെ നിന്ന് പോണ്ടസ് എന്ന പറഞ്ഞ സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം ദീർഘമായിട്ടൊരു പ്രസംഗം എഴുതുന്നുണ്ട്. അത് വായിച്ചാൽ, പൊതുവേ ഞങ്ങളോട് സെമിനാരിൽ പറയുന്നൊരു കാര്യമാണ്, ഒരു പുരോഹിതനാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് വായിക്കണം. കാരണം അതിനകത്തിൽ കൃത്യമായിട്ട് എന്താണ് ഒരു പുരോഹിതന്, ഒരു ബിഷപ്പിന് വേണ്ട ക്വാളിറ്റീസ് എന്നൊക്കെയും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ പോയിരിക്കുന്ന സമയത്ത് ബെസേലിയോസുമായിട്ട് ചേർന്നിരുന്ന് ഒക്കെ ക്രോഡീകരിച്ച ആ ഒരു കാലഘട്ടങ്ങളിൽ, ഇവരുടെ ആ ഒരു ഒഴിവ് കാലങ്ങളിൽ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് ഫിലോകാലിയ എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോൾ ഇവരുടെ രചനകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ എപ്പോഴും തൃത്വവിശ്വാസത്തെ ഊന്നി പറഞ്ഞ ആളുകളായിരുന്നു. ഈ കൈസറിയായിലെ ബെസേലിയോസും നാസിയാൻസിലെ ദൈവശാസ്ത്രജ്ഞന്മാർ ഗ്രിഗോറിയോസും നിസായിലെ മാർ ഗ്രിഗോറിയോസും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ടാമത്തെ നാസിയാൻസിലെ ദൈവശാസ്ത്രജ്ഞൻ മാർ ഗ്രിഗോറിയോസ്. അപ്പോൾ സഭയിൽ 2 പേരെയാണ് പൊതുവെ തിയോളജിയൻ എന്ന് വിളിക്കുന്നത്. സെയിൻറ്റ് ജോൺ ദി അപ്പോസിൽ ആണ് ഒന്നാമത്തെ തിയോളജിയനായിട്ട് കാണുന്നത്. കാരണം വചനമാം ദൈവത്തെ വ്യാഖ്യാനിച്ച ഒന്നാമത്തെ ആളാണ് സെയിൻറ്റ് ജോൺ ദി അപ്പോസിൽ. അദ്ദേഹമാണ് ഒന്നാമത്തെ ദൈവശാസ്ത്രജ്ഞൻ. രണ്ടാമത് വചനമാം ദൈവത്തെ വ്യാഖ്യാനിച്ച ആളാണ് നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. അതുകൊണ്ട് ഇദ്ദേഹത്തെയും ദൈവശാസ്ത്രജ്ഞൻ എന്നുള്ള ഒരു ടൈറ്റിൽ സഭ പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇനിയാണ് പ്രത്യേകത.
ഇവരുടെ രചനകളിലെല്ലാം കൃത്യമായി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്ന് ആളത്വങ്ങൾ എങ്ങനെ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ള ഊന്നലാണ് ഇവർ കൊടുത്തിരുന്നത്. ദേ ഷോ ഹൗ ദേ ആർ യുണൈറ്റഡ് ഇൻ വൺ എസൻസ് ഊസിയ വൺ ഹിപ്പോസ്റ്റാസിസ് എന്ന് പറയുന്ന രീതിയിലാണ് ഇവരുടെ രചനകളിൽ കാണുന്നത്. എന്നാൽ വെസ്റ്റേൺ ചിന്തയിൽ, പടിഞ്ഞാറൻ ചിന്തയിൽ, അഗസ്തീനോസിൻ്റെ പഠിപ്പിക്കലുകളിൽ ദ വൺ ഡിവൈൻ എസൻസ്, സബ്സ്റ്റൻസിന്, ദൈവത്തിൻ്റെ എസൻസിന്, ഉണ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ രചിച്ചിരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് മുമ്പ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നുള്ള രീതിയിലൊക്കെ അഗസ്തീനോസ് പഠിപ്പിക്കുകയും അത് പിന്നീട് ഫിലിയോക്കെ കോൺട്രവേഴ്സി എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെയും കടന്നു വരുന്നത്. അപ്പോൾ ഈ കപ്പദോക്യൻ പിതാക്കന്മാരുടെ രചനകളിൽ ഫാദർ ഈസ് ദ സോഴ്സ് ഓഫ് സൺ ആൻഡ് സ്പിരിറ്റ് എന്നുള്ള ഒരു ചിന്ത കടന്നു വരുന്നുണ്ട്. അപ്പോൾ പിതാവാം ദൈവമാണ് പുത്രനും പരിശുദ്ധാത്മാവിനും സോഴ്സ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു രീതിയിലാണ് കപ്പദോക്യൻ പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത്. വൺ എസൻസ്, ത്രീ ഹിപ്പോസ്റ്റാസിസ്, ഒരു ഉണ്മ, മൂന്ന് ആളത്വം എന്നുള്ള രീതിയിലാണ് ഈ കപ്പദോക്യൻ പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത്. മൊണ സബ്സ്റ്റാൻഷ്യ ട്രയ പേഴ്സണ എന്നുള്ള രീതിയിൽ ലാറ്റിനിൽ അത് പറയും. അപ്പോൾ ഇവരുടെ രചനകളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോഫാറ്റിക് തിയോളജി, അതായത് മിസ്റ്ററി, ദൈവത്തെ വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുകയില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺസീവ് ഗോഡ് ബട്ട് ടു ഡിഫൈൻ ഹിം ഇൻ വേർഡ്സ് ഈസ് ഇമ്പോസിബിൾ. ഇതാണ് കപ്പദോക്യൻ പിതാക്കന്മാരുടെ രചനകളുടെ പ്രത്യേകത. ദൈവത്തെ വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം കഴിയില്ല, കാരണം മനുഷ്യർക്ക് പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ദൈവത്വത്തെ വിശദീകരിക്കുക എന്ന് പറയുന്നത്, ആ മിസ്റ്ററിയെ വിശദീകരിക്കുവാൻ തക്കവണ്ണം മനുഷ്യന് സാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് ഈ കപ്പദോക്യൻ പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ. എന്നാൽ മറിച്ച് അഗസ്തീനോസിൻ്റെ ഇവിടേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തെ ഒരു ലീഗലിസ്റ്റിക്കലി എങ്ങനെ ഒരു കൃത്യമായ രീതിയിൽ, റോമൻ ലോ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ വേണമെന്ന് രചിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അഗസ്തീനോസ് അങ്ങനെയായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഓരോന്നിനെയും ഡിഫൈൻ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുവാൻ തക്കവണ്ണം അഗസ്തീനോസ് ശ്രമിച്ചു. അപ്പോൾ അവിടെയാണ് ഒരുപാട് തെറ്റുകൾ അഗസ്തീനോസിന് വന്നത്. അവിടെയാണ് ഫിലിയോക്കെ എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നത്. ദൈവത്തെ സൈക്കോളജിക്കൽ അനലോഗീസ് കൊണ്ട് വിശദീകരിക്കാൻ തക്കവണ്ണം ശ്രമിച്ചു. ഹ്യൂമൻ മൈൻഡ് ആസ് എൻ ഇമേജ് ഓഫ് ട്രിനിറ്റി, മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിൽ എന്ന് പറയുന്ന ഒരു രീതിയിൽ അഗസ്തീനോസ് പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പലപ്പോഴും പല തെറ്റുകളും അവിടെ ഉണ്ടായി വന്നത്. പ്രത്യേകിച്ച് ഈ കപ്പദോക്യൻ പിതാക്കന്മാർ തൃത്വത്തിലെ ഏകത്വം പിതാവിലാണ് ദർശിച്ചതെങ്കിൽ അഗസ്തീനോസ് ദർശിച്ചത് സാരാംശത്തിലാണ്. അതാണ് മുമ്പ് പറഞ്ഞത്. അഗസ്തീനോസ് ഡിവൈൻ എസൻസിൽ പോയിന്റ് ചെയ്തു. കപ്പദോക്യൻ പിതാക്കന്മാർ തൃത്വത്തിലെ ഏകത്വം എങ്ങനെയെന്ന് വിശദീകരിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. അഗസ്തീനോസ് അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് പരിശുദ്ധ റൂഹ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നുവെന്ന ടൊളീഡോ കൗൺസിൽ വിശ്വാസ പ്രമാണത്തിൽ ചേർക്കാനിടയായത് അഗസ്തീനോസിൻ്റെ ഈ തെറ്റായ പഠിപ്പിക്കൽ മുഖാന്തരമാണ്. ഇത് കാരണമാണ് പടിഞ്ഞാറൻ സഭയും കിഴക്കൻ സഭയും തമ്മിൽ ഒരു വേർതിരിവുണ്ടാകുന്നത്, ഒരു പിരിവുണ്ടാകുന്നതിന് കാരണമാകുന്നത് എന്ന് ഈ പുസ്തകത്തിൽ കൂടി നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. മൂന്നാമത്തെ ആളാണ് നിസായിലെ മാർ ഗ്രിഗോറിയോസ്. നിസായിലെ ഗ്രിഗോറിയോസും വലിയ മാർ ബസേലിയോസും ബ്രദേഴ്സായിരുന്നു. അവർ വലിയ മാർ ബസേലിയോസ് ആയിരുന്നു ഏറ്റവും മൂത്ത ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു യങ്ങർ ബ്രദർ ആയിരുന്നു നിസായിലെ മാർ ഗ്രിഗോറിയോസ്. ഇവരുടെ ഒരു സിസ്റ്ററാണ് സെയിൻറ്റ് മക്രീന, വിശുദ്ധ മക്രീന. സന്യാസിനികളുടെ ഒരു സന്യാസിനി പ്രസ്ഥാനം തുടങ്ങിയ ഒരാളാണ് വിശുദ്ധ മക്രീന. ഇവരുടെ ഒരു സിസ്റ്ററാണ്. കുറേ ആളുകളുണ്ട്. അവരെല്ലാവരും ഒന്നുകിൽ പുരോഹിതർ അല്ലെങ്കിൽ ബിഷപ്പുമാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ഫാമിലി മൊത്തം അങ്ങനെയുള്ള ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെ നിസായിലെ മാർ ഗ്രിഗോറിയോസിൻ്റെ രചനകൾ വളരെ നല്ല രചനകളാണ്. പ്രത്യേകിച്ച് അതിലൊന്നാണ് മോശയുടെ ജീവചരിത്രം, സഭാപ്രസംഗി, ഉത്തമഗീതം, കർത്തൃപ്രാർത്ഥന, ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യവാന്മാർ, ഇവയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള അപ്പോളജിയും ഇദ്ദേഹം എഴുതുന്നുണ്ട്. വളരെ ദൈവശാസ്ത്രപരം നല്ല ലേഖനങ്ങളും ഒറേഷൻസും പ്രസംഗങ്ങളും ഒക്കെയും ഇദ്ദേഹം എഴുതി. അപ്പോള്ളിനോറിയസിനെതിരായി ഇദ്ദേഹം പ്രസംഗിച്ചു. പുത്രൻ്റെ നിത്യജനനം, പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാട് എന്നിവ വ്യത്യസ്തമായി കാണിച്ച് അദ്ദേഹം പഠിപ്പിച്ചു. മറിയാമിനെ ദൈവപ്രസവിത്രി എന്ന് വിളിക്കണമെന്ന് നിസായിലെ മാർ ഗ്രിഗോറിയോസ് വളരെ ശക്തമായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ ഒറിഗിനെ പോലെ തെറ്റായ ചില പഠിപ്പിക്കലുകളും ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ വന്നു ചേർന്നു.
അന്തിമമായി നരകത്തിലെ ആത്മാക്കളും പിശാചുക്കളും ദൈവത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഇദ്ദേഹം പഠിപ്പിച്ചു. അത് പൊതുവെ ശരിയാകുന്നില്ല എന്ന് ഓർത്തഡോക്സിയയിലെ പിതാക്കന്മാരൊക്കെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. നാലാമത്തെ ആളാണ് ഹിപ്പോയിലെ അഗസ്തീനോസ്. അഗസ്തീനോസ് എന്ന് പറയുന്ന ആള് വളരെ ബുദ്ധിശക്തിയും നന്നായി തത്വശാസ്ത്രം അറിയാവുന്ന ഒരാളായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ മ്ലേച്ഛകരമായ ഒരു ജീവിതം നയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അനുദപിച്ച് കൺഫെഷൻസ്, ഏറ്റുപറച്ചിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതുന്നു. പിന്നീട് ഒരു പുസ്തകം അദ്ദേഹം എഴുതിയതാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന 22 പുസ്തകങ്ങൾ ചേർത്ത് എഴുതിയ ഒരു പുസ്തകം, വലിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതുന്നു. വിശുദ്ധ തൃത്വത്തെ ആധാരമാക്കിക്കൊണ്ടൊരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളിൽ ഒരുപാട് തെറ്റുകൾ വന്നുകൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തെ ഓരോന്നും കൃത്യമായി വ്യാഖ്യാനിക്കുവാൻ ഇദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ഓർത്തഡോക്സ് പിതാക്കന്മാർ, കിഴക്കിൻ്റെ പിതാക്കന്മാർ ദൈവത്തെ വ്യാഖ്യാനിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ആ ഒരു മിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുത്തു. എന്നാൽ അഗസ്തീനോസ് എന്നാൽ കൃത്യമായി ഓരോന്നിനെയും വ്യാഖ്യാനിച്ച് ഓരോ തെറ്റുകളിലേക്കും കടന്നു പോകുന്നു. ആദാമിൻ്റെ വീഴ്ച, ജന്മപാപം, മുൻനിർണയം, കൃപയിൽ മാത്രമുള്ള രക്ഷ മുതലായവ ഇദ്ദേഹം പഠിപ്പിച്ചു. ഇപ്പോൾ ആദാമിൻ്റെ വീഴ്ച കൊണ്ട് ജന്മപാപം വന്നു എന്നുള്ളത് നമ്മൾ പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അഗസ്തീനോസ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കത്തോലിക്ക സഭയിൽ പ്രബലമായിട്ടുള്ള ഒരു വ്യാഖ്യാനവും പഠിപ്പിക്കലുമാണ് ജന്മപാപം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ അവന് ജന്മപാപമുണ്ട് എന്ന് കത്തോലിക്ക സഭ ഇത് നമ്മുടെ പഠിപ്പിക്കുന്നു. സഭ പഠിപ്പിക്കുന്നില്ലല്ലോ അച്ചോ. എന്തോ? ജന്മഭാവം നമ്മുടെ സഭ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല, കത്തോലിക്ക ഇല്ല. സഭ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയും. ഓക്കെ. കത്തോലിക്ക സഭ പഠിപ്പിക്കുവാനായിട്ടുള്ള കാരണം അഗസ്തീനോസിൻ്റെ ചിന്താസരണിയാണ്. അഗസ്തീനോസിൻ്റെ ചിന്താസരണി അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ജന്മപാപത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ സഭ പഠിപ്പിക്കുന്നത് മനുഷ്യകുലത്തിന് മുഴുവൻ ആദാമിൻ്റെ വീഴ്ച കൊണ്ടൊരു പാപത്തിൻ്റെ പരപ്പുണ്ടായി എന്നുള്ളതാണ്. ആ പരപ്പിൻ്റെ അതിർവരമ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മരണവും ശിക്ഷാവിധിയും ഒക്കെയാണ്. ഈ മനുഷ്യന് മരണം സംഭവിച്ചത് ആദാമിൻ്റെ വീഴ്ച കൊണ്ടാണ്. മരണം, കഷ്ടത എന്നീ കാര്യങ്ങളൊക്കെ വന്നത് ആദാമിൻ്റെ വീഴ്ച കൊണ്ടാണ്. അല്ലാതെ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ ജന്മപാപം ഉണ്ട് എന്ന് ഒരു കാരണവശാലും സഭ പഠിപ്പിക്കുന്നില്ല. മാമോദീസ മുങ്ങാതെ മരിച്ച കുട്ടി നരകത്തിൽ പോകുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ തെറ്റായ പഠിപ്പിക്കലാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു സെപ്പറേറ്റ് നരകമുണ്ട് എന്നും മാമോദിസ മുങ്ങാതെ പോകുന്ന ആളുകളെല്ലാം അവിടേക്ക് പോകുമെന്നും ഇദ്ദേഹം പഠിപ്പിച്ചു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെയും തെറ്റാണെന്നും പാപമാണ് എന്നും ഇദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഗസ്തീനോസിൻ്റെ പഠിപ്പിക്കലുകളിൽ തിരുത്തപ്പെടേണ്ടവ: ആദാമി വീഴ്ചയാൽ മാനവരാശി ഒരു പാപക്കട്ടിയായി അധപ്പതിച്ചെന്ന് അഗസ്തീനോസ് പറയുന്നു. എന്നാൽ കിഴക്കൻ സഭ പറയുന്നു ആദാമി വീഴ്ചയിൽ ദൈവസാദൃശ്യം വികൃത രൂപത്തിലായെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അഗസ്തീനോസ് മാനവരാശി ഒരു പാപക്കട്ടയായിട്ട് പറയുന്നത് വേൾഡ് ആസ് എ സിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് അവർ കാണുന്നത്. അപ്പോൾ എന്നാൽ ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നത് ദ ഹ്യൂമൻ ഇമേജ് ഈസ് ഡിസ്റ്റോർട്ടഡ് ഡ്യൂ ടു ദ സിൻ എന്നാണ്. വികലമായി പോയി. ആ വികലതയാണ് കർത്താവ് വീണ്ടെടുത്ത് തന്നത്. അപ്പോൾ അത് മനുഷ്യകുലത്തിനുള്ള ഒരു സാധ്യത കർത്താവ് തുറന്നു വയ്ക്കുകയാണ്. വികലതയെ വീണ്ടും അതിനെ ക്രിസ്തുവിൻ്റെ രൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും ആക്കി തീർത്ത് ദൈവസാദൃശ്യത്തിലേക്കുള്ള നടന്നെടുക്കലാണ് തെയോസിസ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നു. എന്നാൽ അഗസ്തീനോസ് പഠിപ്പിക്കുന്നത് മനുഷ്യകുലം മൊത്തം ഒരു പാപക്കട്ടയായി മാറി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വെസ്റ്റേൺ പിതാവാണ് അല്ലേ? അഗസ്തീനോസ് വെസ്റ്റേൺ പിതാവാണ്. ബെസേലിയോസും ഗ്രിഗോറിയോസും നാസിയാനസും ഒക്കെ ഒരു ഈസ്റ്റേൺ പിതാവാണ്. ഓർത്തഡോക്സി പറഞ്ഞു വയ്ക്കുന്ന പിതാക്കന്മാരാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നു വിശുദ്ധ തത്വത്തിലെ യോജിപ്പ് സാരാംശത്തിലാണ് എന്ന് അഗസ്തീനോസ് പഠിപ്പിച്ചു. എന്നാൽ പിതാവിലാണ് യോജിപ്പെന്ന് കിഴക്കൻ സഭകൾ, അതായത് ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ യോജിപ്പിൻ്റെ കാര്യങ്ങളൊക്കെയും യോജിപ്പിലാണ്, ഇവരുടെ സാരാംശത്തിൽ, വിശുദ്ധ തത്വത്തിലെ യോജിപ്പ് സാരാംശത്തിലാണ് എന്നുള്ള വ്യാഖ്യാനമൊക്കെ വന്നപ്പോഴാണ് അഗസ്തീനോസ് ഈ പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നും കൂടി പുറപ്പെടുന്നു എന്നുള്ള തെറ്റായ വ്യാഖ്യാനത്തിലേക്കൊക്കെയും കടന്നുപോയത്. മൂന്നാമത് അഗസ്തീനോസ് പഠിപ്പിക്കുന്ന കാര്യം രക്ഷ കൃപയാൽ മാത്രമെന്ന് അഗസ്തീനോസ് പഠിപ്പിച്ചു. എന്നാൽ നമ്മുടെ സഭ പഠിപ്പിക്കുന്ന രക്ഷ കൃപയാലും വിശ്വാസത്താലും പ്രവൃത്തിയാലും ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മുടെ സഭ പഠിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം മഹത്വ പ്രത്യാശയിലേക്ക് മുൻനിർണയിച്ചവർ മാത്രമേ രക്ഷ പ്രാപിക്കൂ. അത് അഗസ്തീനോസിൻ്റെ ഒരു തെറ്റായ പഠിപ്പിക്കലാണ്. അതായത് ദൈവം മുൻനിർണയിച്ചവർ മാത്രമേ രക്ഷ പ്രാപിക്കൂ, അല്ലാത്തവർ അർഹമായ ശിക്ഷാവിധി അനുഭവിക്കുമെന്ന് അഗസ്തീനോസ് പഠിപ്പിച്ചു. അതൊരു തെറ്റായ കാര്യമാണ്. അതിനെങ്ങനെ മറുപടി കൊടുക്കാമെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. കാൽവിനും ഈ ഉപദേശം സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ
സുവിശേഷ വേലയിൽ കൂടി മനുഷ്യരെ എല്ലാം രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്നത് എങ്ങനെ പറയാൻ സാധിക്കും? ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുവിനെ അറിയിച്ച് അവരെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്ന് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരമാകുമ്പോൾ ആ, മുൻ നിർണയിച്ചവർക്ക് മാത്രമേ രക്ഷയുണ്ടെങ്കിൽ അവർ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്ലാം മതത്തിലെ കിസ്മത്തിനോടല്ലാതെ ക്രിസ്തീയ ദൈവശാസ്ത്രത്തോട് ഇത് പൊരുത്തപ്പെടുന്നതല്ല. അപ്പോൾ അഗസ്തിനോസിൻ്റെ പഠിപ്പിക്കലുകളിൽ ഇങ്ങനെയുള്ള ചില തെറ്റുകളൊക്കെയും വന്നിട്ടുണ്ട്. അത് പിന്നീട് വളരെ വാഗ്വാദങ്ങളിലേക്കൊക്കെയും നടന്നു പോകുന്നുണ്ട്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലൊക്കെയും അഗസ്തിനോസിൻ്റെ പഠിപ്പിക്കലുകളെ ഈ ഓർത്തഡോക്സ് സഭയിലെ പിതാക്കന്മാരൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, വി സി ശമുവേലച്ചനും ഒക്കെ അതിനുവേണ്ടി മുൻകൈ എടുത്ത ആളുകളാണ്. അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ഡയലോഗുകളിലൊക്കെയും ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ചിന്തകൾ അംഗീകരിക്കപ്പെടുമ്പോൾ ഒരു കത്തോലിക്ക സഭയിലെ ഒരു വലിയ തിയോളോജിയൻ വന്ന് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോട് പറയുന്നുണ്ട്, അഗസ്തീനോസ് നിങ്ങളെ വിജയിക്കും, നിങ്ങളെ ഓവർ പവർ ചെയ്യും എന്നുള്ള രീതിയിൽ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ചലഞ്ച് ചെയ്തപ്പോൾ തിരുമേനി ഒരു മന്ദസ്മിതം മാത്രം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ് ഒരു അദ്ദേഹത്തിൻ്റെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിത ഗ്രന്ഥത്തിൽ വായിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്പൊ കാരണവശാലും ഈ അഗസ്തീനോസിന്റെ പഠിപ്പിക്കലെല്ലാം കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ഓ, അഗസ്തീനോസിനെയാണ് അവരൊരു സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ് ഒരു വിശുദ്ധനായിട്ട് അവർ കണ്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് വലിയ ഒരു സഭയുടെ ഒരു ചിന്താശേഷി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ നമ്മുടെ ഉം, ഈ 6-ാമത്തെ പാഠത്തിൻ്റെ 2-ാമത്തെ പാരഗ്രാഫിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഹിപ്പോയിലെ അഗസ്തീനോസ് കിഴക്കും പടിഞ്ഞാറും രണ്ടായി പിരിയുന്നതിന് മുമ്പുള്ള ആളായിരുന്നുവെങ്കിലും പടിഞ്ഞാറൻ സഭയുടെ പിതാവായി മാത്രമാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കിഴക്കൻ സഭകളും പടിഞ്ഞാറൻ സഭകളും രണ്ടായി പിരിയുന്നതിനുള്ള പ്രധാന കാരണം അഗസ്തീനോസിൻ്റെ എഴുത്തുകളാണ്. ഈ 4 പേരെക്കുറിച്ചും സമഗ്രമായിട്ട് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ ഇപ്പോൾ പഠിച്ചു. അപ്പോൾ ഈ അഗസ്തീനോസിനെ വളരെ കാര്യമായിട്ട് കത്തോലിക്ക സഭ മനസ്സിലാക്കുന്നതും പഠിപ്പിക്കുന്നതും കൊണ്ടാണ് അവിടെ ഒരുപാട് തെറ്റുകൾ വന്നുകൂടിയത്. എന്നാൽ കിഴക്കൻ സഭകൾ ഈ വിശുദ്ധനായ ബസേലിയോസിൻ്റെയും ഗ്രിഗോറിയോസിൻ്റെയും നാസിയാൻസിലെ ഗ്രിഗോറിയോസിൻ്റെയും പഠിപ്പിക്കലുകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ പഠിപ്പിച്ചു അതേ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇതാണ് ഇത്രയും ഈ ഗ്രന്ഥത്തിൽ നമുക്ക് ഈ 1-ാമത്തെ യൂണിറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അഗസ്താനിയസ് പഠിപ്പിക്കുന്നതനുസരിച്ച് കാത്തലിക്സിന്റെ വിവാഹത്തിന്റെ ബന്ധം എന്ന് പറയുന്നത് അത് ശരിയായ ബന്ധം അല്ലെന്നാണോ പഠിപ്പിക്കുന്നത്? ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അത് കൺസെപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്? ശരിയായ ബന്ധം എന്നുള്ള രീതിയിലല്ല അവര് പഠിപ്പിക്കുന്നത്. ആ ബന്ധത്തിൽ കൂടി കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ജന്മപാപം ഉണ്ടായി വരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സഭ ആക്ച്വലി ഇങ്ങനെയുള്ള കണ്ടിച്ച് ബന്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് കാമം കൊണ്ടാണ് എന്നുള്ളതാണ് ആ ഒരു അഗസ്തീനോസിന്റെ പഠിപ്പിക്കലുകളുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെയും ഇപ്പോൾ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പൊക്കെ ഇവർ ഇതിനെ കൂടുതൽ ആധാരമായിട്ട് കണ്ടിരുന്നു. ഇപ്പോഴൊക്കെ കുറച്ചുകൂടിയൊക്കെ അവർ വിശാലമായിട്ട് കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ഇത് സാബു ആണ്, സാബു നൈനാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ വെസ്റ്റേൺ ഇതില് നമ്മളിപ്പം കേൾക്കുന്ന ഒരു വാക്കാണ് ഡീഗ്രീസിങ് ദ ന്യൂ ടെസ്റ്റമെന്റ് എന്ന്. അതായത് പുതിയ നിയമത്തില് ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസ് നമ്മളത് ഡീഗ്രീസ് ചെയ്യണമെന്നൊരു തിയറി ഉണ്ട്. ഉദാഹരണത്തിന് ഈവൻ ലോഗോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും ഗ്രീക്ക് ഓഡിയൻസിനെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താനായിട്ട് യോഹന്നാൻ ഉപയോഗിച്ചു എന്നാണ് ഈവൻ യഹൂദന്മാർ പോലും ഇപ്പോൾ ആരോപിക്കുന്നത്. അപ്പം ഈ ഡീഗ്രീസിങ് ന്യൂ ടെസ്റ്റ്മെന്റ് എന്നുള്ളത് ഓർത്തഡോക്സ് വ്യൂവിൽ എന്താണ്? അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും പഴയ നിയമത്തിൽ ഇല്ലാതെ ആ സമയത്തുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഡീഗ്രീസിങ് എന്നുള്ള ഒരു തിയറിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിനെപ്പറ്റി കേൾക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വായിച്ചിട്ട് അതിനൊരു മറുപടി നൽകുന്നതായിരിക്കും ഉത്തമമെന്ന് തോന്നുന്നു. എങ്കിലും അങ്ങനെ ഒരു രീതിയിലേക്ക് ഓർത്തഡോക്സ് സഭ കടന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഡീഗ്രീസിങ് ഓഫ് ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ പിതാക്കന്മാരുടെ രചനകളിലെല്ലാം ഇതിൻ്റെ സ്വാധീനമുണ്ട്. അതെല്ലാം എടുത്തു മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സാധ്യമല്ല. സഭയിൽ എപ്പോഴും അന്നത്തെ കാലം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ആ കാലഘട്ടങ്ങളിൽ നിലവിലിരുന്ന തത്വസംഹിതകളുടെ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ നന്മകളെ ഉൾക്കൊണ്ടിട്ടാണ് സഭ അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഞാൻ മുമ്പ് ആദ്യത്തെ പാഠത്തിൽ പഠിപ്പിച്ചു. നമ്മൾ ആദ്യത്തെ പാഠം മനസ്സിലാക്കണം, ഒരിക്കലും ഗ്രീക്ക് വേദശാസ്ത്രത്തെ ക്രിസ്തുവൽക്കരിക്കുകയല്ല.
ക്രിസ്തു മതത്തിൽ അതിൻ്റെ നന്മകളെ എടുത്തുകൊണ്ട് ക്രിസ്തു മതത്തിന് കൂടുതൽ ഒരു പ്രഭ കൊടുക്കുവാൻ തക്കവണ്ണമാണ് അന്നത്തെ പിതാക്കന്മാരൊക്കെയും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ രചനകളിലൊക്കെയും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിലും അപ്പോൾ പൗലോസിൻ്റെ ലേഖനം, പൗലോസ് ഗ്രീക്ക് ഫിലോസഫി പഠിച്ച ആളാണ്. അന്നത്തെ കാലഘട്ടങ്ങളിൽ യഹൂദ ഫിലോസഫിയും ഗ്രീക്ക് ചിന്തയും നന്നായിട്ട് സ്വാധീനിച്ച ആളാണ് പൗലോസും. അദ്ദേഹത്തിൻ്റെ രചനകളിലും അപ്പോൾ ഇതെല്ലാം ഡീഗ്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഫിലോസഫിക്കലി ഒരു വെസ്റ്റേൺ ഓഡിയൻസിനും ഒരു ഈസ്റ്റേൺ ഓഡിയൻസിനും എപ്പോഴും ഫിലോസഫി വളരെ ഇൻഫ്ലുവൻസ് ആണ്. ഇതിൽ നിന്നുമൊക്കെയും ഒരു ഇച്ചിരി ഡൈവേർട്ടഡ് ആയിട്ടാണ് ഒരു ഇന്ത്യൻ ഫിലോസഫി നിൽക്കുന്നത്. നമുക്ക് ഇത് മനസ്സിലാവില്ലെങ്കിലും ഒരു വെസ്റ്റ് ആൻഡ് ഈസ്റ്റിൽ നിൽക്കുന്ന ആ ഒരു ജോഗ്രഫിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഫിലോസഫി അറിഞ്ഞുവെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെ കൂടുതലായിട്ട് ഗ്രഹിക്കുവാൻ തക്കവണ്ണം പറ്റത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അതിന് പുറത്ത് നിൽക്കുന്ന ഒരാളുകൾക്ക് ഇത് കുഴപ്പമില്ലായിരിക്കാം, എന്നാൽ അകത്ത് നിൽക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ആഴത്തിൽ ഇതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നമ്മൾ പണ്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് കൂടുതൽ ആധുനികവൽക്കരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു അച്ഛാ. ഇവിടെ യഹൂദന്മാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കെതിരെ ആർഗ്യൂ ചെയ്യുന്നത്. കാരണം പുതിയ നിയമം മുഴുവനും ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് വന്നതാണെന്നും അത് ഹീബ്രു സ്ട്രക്ചറിൽ നിന്നും ഹീബ്രു ടീച്ചിങ്ങിൽ നിന്നുള്ളതല്ലെന്നും ക്രിസ്ത്യാനിറ്റിയെയും ഹിബ്രുവിനെയും മാറ്റി പഴയ നിയമത്തിലെ ഒരുപാട് രചനകളിലും പ്രവചനങ്ങളിലും എല്ലാം അന്നത്തെ കാലത്തെ ഉണ്ടായിരുന്ന ജാതികളുടെ ചിന്തകൾ, ഒരുപാട് മെസപ്പൊട്ടേമിയൻ രീതികളും നിങ്ങൾ പഴയ നിയമം പഠിച്ചില്ലേ? അതെല്ലാം യഹൂദന്മാരുടെ രചനകളിലും ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ ഒരു ഇതാണ് ഒരു എന്തായിരുന്നു സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതൊക്കെ സബ്ജക്റ്റിവിറ്റിയും ഒബ്ജക്റ്റിവിറ്റിയും എപ്പോഴും റൈറ്റിങ്സിനെയും ചിന്തയും വളരെ നന്നായിട്ട് സ്വാധീനിക്കും. ഇപ്പോൾ ഒരാളൊരു കാര്യം രചിക്കുമ്പോൾ അദ്ദേഹം ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ, ഞാനിപ്പോൾ രചിക്കുമ്പോൾ എൻ്റെ ചിന്ത എന്നെ സ്വാധീനിക്കുന്നത് എൻ്റെ ഈ ദേശത്തെയും ഞാൻ വളർന്നു വന്ന, ഞാൻ പഠിച്ച, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നെ നന്നായിട്ട് സ്വാധീനിക്കും. അപ്പോൾ ഞാൻ ഏത് ദേശത്തിരിക്കുന്നോ ആ ദേശത്തെ ചിന്തകൾ എന്നെ വല്ലാതെ സ്വാധീനിക്കും, എൻ്റെ എഴുത്തുകളിലല്ല. അപ്പോൾ അതുപോലെ തന്നെ പഴയ നിയമത്തിലുള്ള ആളുകളെ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചിന്തകളും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ജീവിത രീതികളും ചരിത്രങ്ങളും എല്ലാം അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതപ്പം അവരെടുത്ത് ഡിഗ്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. ആക്ച്വലി ശരിയാണ്. അവർ ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പലത് കഠിനപ്പെടുത്തം അഗസ്തീനോസിന്റെ പഠിപ്പിക്കലിൽ നിന്ന് വന്നേക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതോ കൂടുതൽ അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഈ എന്തുവായിരുന്നു ഇവർ ഓർത്തഡോക്സിയിലേക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ആദ്യത്തെ പാഠത്തിൽ നമ്മൾ കണ്ടു, ഒരുമിച്ചുള്ള ഒരു വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടി വരുമ്പോൾ എല്ലാം എപ്പോഴും അവർ കൂടുതൽ ഊന്നുന്നത് ആദിമ സഭയുടെ വിശ്വാസ പ്രമാണത്തിലാണ്. അപ്പോൾ അവർ ഈ ആൻഡ് ഫ്രം ദി സൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല, ഫിലിയോക്കെ ഉപയോഗിക്കത്തില്ല. അതിൻ്റെ അർത്ഥം അത് തെറ്റാണെന്ന് അവർക്ക് തന്നെ അറിയാം. അത് സമ്മതിച്ചാൽ അവർ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, തെറ്റിക്കൂടായ്മ എന്ന് പറയാം. നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും, പോപ്പിനെ തെറ്റ് സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യം സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവെ കത്തോലിക്ക സഭ അതിനെ അനുവദിക്കാത്തത്. പക്ഷേ കഴിഞ്ഞ പോപ്പ് ഫ്രാൻസിസ് ഒരുപാട് തെറ്റുകൾ കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സമയത്തൊക്കെ ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ ബലഹീനനാണ്, എനിക്ക് തെറ്റുകൾ പറ്റാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തെറ്റിക്കൂടായ്മ എന്ന് പറയുന്ന സംഭവത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിരാകരിക്കുകയായിരുന്നു അവിടെ ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ പോപ്പ്മാരൊക്കെ കുറച്ചുകൂടെ സാധിക്കുന്നുണ്ട്. അതെ, അത് അന്നത്തെ ജോൺ പോൾ മാർപ്പാപ്പയും ജോൺ ആറാമൻ മാർപ്പാപ്പയുടെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നടത്തിയ പാപ്പായും വളരെ വിശാല മനസ്കനായിരുന്നത് കൊണ്ടാണ് അന്ന് ആ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നടത്തിയ സമയത്ത് ഈസ്റ്റേൺ സഭയുടെ പിതാക്കന്മാരെ എല്ലാം, നമ്മുടെ സഭയിൽ നിന്ന് എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സ് പോയിട്ടുണ്ടായിരുന്നു. WCCയുടെ ചുമതലയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്കൊരു വിശാല മനസ്സ് കാണിക്കുന്നതാണ്. അത് സഭയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ തക്കവണ്ണം ഞങ്ങൾ വില്ലിങ് ആണ് എന്നുള്ള ഒരു രീതിയിലേക്ക് കത്തോലിക്ക സഭ വന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒത്തിരി പുരോഗതി അന്ന് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായത് തന്നെ. ഓക്കെ ആണോ? വെരി ഗുഡ്, താങ്ക് യു. പിന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. അടുത്ത ആഴ്ച ദൈവനെ വെച്ച് കാണാം. വിശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാപുത്ര ജയമുള്ള സ്ലീബ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ ഒടിരിപ്പിന്റെ ഭവനങ്ങളായി ശ്രമിക്കണമേ. ദൈവമാർത്താവേ, നേരമൊക്കെയിലും എല്ലാ സമയത്തും ദൈവത്തിന്റെ ചെറുകളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹയുടെ സംബന്ധവും സഹവാസവും എല്ലാവരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബൈ.
ഗുഡ് നൈറ്റ്. താങ്ക് യു അശോക്.